Good evening, everyone. Welcome to online classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നു. എൻ്റെ സൗണ്ട് കേൾക്കാമോ? ഒന്ന് ടൈപ്പ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ പെട്ടെന്ന്. എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണോ? യെസ്, ഓക്കെ, ഫൈൻ. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫോർവേഡ് കോൺട്രാക്ട് എന്നാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സ്ക്രീൻ വിസിബിൾ? യെസ് ആണ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫോർവേഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് തിയററ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്. വെൻ ഡിവിഡൻഡ് ഇസ് റിസീവ്, ഒരു ഡിവിഡൻഡ് തരാത്ത സമയത്ത്, വെൻ നോ ഡിവിഡൻഡ് ഇസ് റിസീവബിൾ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് തിയററ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെൻ ഡിവിഡൻഡ് ഈസ് റിസീവബിൾ എന്നാണ്. നിങ്ങൾ ആ നോട്ട് വായിക്കൂ. വെൻ ഡിവിഡൻഡ് ഈസ് റിസീവബിൾ ഓൺ സെക്യൂരിറ്റി, ഡിഡക്ട് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് റിസീവബിൾ ഫ്രം സ്പോട്ട് പ്രൈസ്, ദെൻ കമ്പ്യൂട്ട് തിയററ്റിക്കൽ പ്രൈസ്. ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്? എന്ത് കുറയ്ക്കണം? ഡിവിഡൻഡിന്റെ പ്രസന്റ് വാല്യൂ സ്പോട്ട് പ്രൈസ് കുറയ്ക്കണം. എങ്ങനെയാണ് പ്രസന്റ് വാല്യൂ കാണേണ്ടത്? ഡിവിഡൻഡിന്റെ പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് കാണേണ്ടത്? അതിവിടെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവിഡൻഡ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആർ ടി. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ പിന്നെ എന്ത് കണ്ടുപിടിക്കണം? തിയററ്റിക്കൽ പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പൊ തിയററ്റിക്കൽ പ്രൈസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി ആണ്. അപ്പൊ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഈ സ്പോട്ട് റേറ്റിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? സ്പോട്ട് പ്രൈസ് പ്രസന്റ് വാല്യൂ കുറയ്ക്കണം. സ്പോട്ട് റേറ്റ് മൈനസ് പ്രസന്റ് വാല്യൂ ഇൻറ്റു ഇ റേസ് ടു ആർ ടി. അപ്പൊ ഡിവിഡൻഡ് തന്നിട്ടില്ലെങ്കിൽ സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇ റേസ് ടു ആർ ടിയും, ഡിവിഡൻഡ് തന്നിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് റിസീവബിൾ ആണെങ്കിൽ സ്പോട്ട് റേറ്റ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് റേസ് ടു ഇ റേസ് ടു ആർ ടി. അതിൽ പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് റിസീവബിൾ ബൈ ഇ റേസ് ടു ആർ ടി, ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആർ ടി ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്റെ മൈക്രോസോഫ്റ്റ് വൺ നോട്ട് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ട് തിയററ്റിക്കൽ 6 months ഫോർവേഡ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി എ ലിമിറ്റഡ് വെൻ ദി ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് ഗിവൻ. ആദ്യത്തെ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് സ്പോട്ട് പ്രൈസ് 4000 ആണെന്ന് തന്നിരിക്കുന്നുണ്ട്. ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് 5 months ആണ്. ഡിവിഡൻഡ് റിസീവബിൾ ഇൻ 2 months ആണ്. 6 months ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് 3500 ആണ്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% ആണ്. അപ്പൊ ഇതിൽ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് തിയററ്റിക്കൽ 6 months ഫോർവേഡ് പ്രൈസ് ആണ്. അപ്പൊ ഇതിൽ തിയററ്റിക്കൽ 6 months ഫോർവേഡ് പ്രൈസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ തിയററ്റിക്കൽ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തിയററ്റിക്കൽ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർമുല ഇതായിരുന്നു. തിയററ്റിക്കൽ പ്രൈസ് ഈക്വൽ ടു സ്പോട്ട് റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഇ റേസ് ടു ആർ ടി ആണ് നോർമലി. ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, ഡിവിഡൻഡ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്പോട്ട് റേറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് മൈനസ് ചെയ്യണം. ഇതാണ് ഫോർമുല. സ്പോട്ട് റേറ്റ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഇ റേസ് ടു ആർ ടി. അപ്പൊ ഇതിൽ എത്ര സ്പോട്ട് പ്രൈസ് തന്നിട്ടുണ്ട്? 4000 മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റേസ് ടു ഇ റേസ് ടു ആർ ടി ആണ്. അപ്പൊ ഇവിടെ ഇ റേസ് ടു ആർ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്, 9% ഇൻറ്റു ആർ ടി ആണ്. അപ്പൊ 6 കഴിഞ്ഞു, ടി എത്രയായിരുന്നു? 6 months ആണ്. തിയററ്റിക്കൽ പ്രൈസ് 6 months ആണ്. ഇത് കൺഫ്യൂഷൻ ചെയ്യരുത്, ഇത് ഡിവിഡൻഡ് റിസീവബിൾ ആണ് 2 months. ഇവിടുത്തെ
നമ്മുടെ ഫ്യൂച്ചർ ഫോർവേഡിന്റെ ടൈം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6/12. So this is equal to 4,000 minus present value of dividend e raised to 9% എന്ന് പറയുന്നത് e raised to 0.09 into 6 divided by 12. Just a minute. 6 divided by 12. So 6 divided by 12 equal to 0.5. 0.5. So this is equal to 4,000 minus present value of dividend into e raised to 0.0 into 0.5 equal to e raised to 0.045. Again, ഈ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു e raised to 4045 തരും, എപ്പിസിൽ വാല്യൂ ഒക്കെ തരും. എക്സാമിനേഷൻ ഇവിടെ തന്നിട്ടില്ല എന്ന് മാത്രം, എക്സാമിനേഷന് തരും. അത് പ്രിന്റ് എടുത്തപ്പോൾ അവർക്ക് ടൈപ്പ് ചെയ്തപ്പോൾ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. അപ്പോൾ e raised to 0.045ന്റെ വാല്യൂ തരും, ഈയുടെ വാല്യൂ തരും. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് മാത്രം. സോ 0.40603. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അടുത്ത കാൽക്കുലേഷൻ അതാണ്, പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് കാൽക്കുലേഷൻ ചെയ്യണം. സോ പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് ഈക്വൽ ടു, നമ്മൾ പഠിച്ച ഫോർമുല ഉണ്ടായിരുന്നു, ഈക്വൽ ടു ഡിവിഡൻഡ് റിസീവബിൾ divided by e raised to rt ആണ്. സോ ഈക്വൽ ടു എത്രയാണ് നമ്മൾ ഡിവിഡൻഡ് റിസീവബിൾ, ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് 50 ആണ്. സോ 50 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആർ ആസ് യൂഷ്വൽ 9% റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്, മൾട്ടിപ്ലൈഡ് ബൈ ഡിവിഡൻഡ് റിസീവബിളിന്റെ ഫിഗർ എന്ന് പറയുന്നത് 2 months ആണ്. സോ ഇൻറ്റു ടി, അപ്പോൾ 2/12. So this is equal to 50 divided by e raised to 0.09, 9% decimal to convert to 9 divided by 100, 0.09, 2 divided by 12 equal to 0.167. So this is equal to 0.1666 something. This is equal to e 50 divided by e raised to 0.0149 ആണ്. അപ്പോൾ 0.015. അഗെയിൻ ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് എക്സാമിനേഷന് തരും. 50 ഡിവൈഡ് ബൈ ഇ റേസ് ടു 0.015 എന്ന് പറഞ്ഞാൽ 1.0151 ആണ്. സോ ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 1.01511 ഈക്വൽ ടു 49.256 equal to 49.256. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് കിട്ടി 49.256. സോ ഇവിടെ എല്ലാം 49.256, 49.256, 49.256 and 49.256. So spot rate 4,000 minus present value of dividend 41.256 multiplied by 1.04603 equal to 4132.59. 6 round number 6 hour 4132.60 rupees. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. തിയററ്റിക്കൽ എക്സ്-റേറ്റ് പ്രൈസ് വെൻ തിയററ്റിക്കൽ ഫോർവേഡ് പ്രൈസ്, സോറി എക്സ്-റേറ്റ് അല്ല, തിയററ്റിക്കൽ ഫോർവേഡ് പ്രൈസ് എപ്പോ, വെൻ ഡിവിഡൻഡ് ഈസ് റിസീവബിൾ. സോ നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ കിട്ടി. കമ്പ്യൂട്ട് തിയററ്റിക്കൽ 6 months ഫോർവേഡ് പ്രൈസ് സെക്യൂരിറ്റി ഓഫ് എ ലിമിറ്റഡ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇങ്ങനെ നിങ്ങളുടെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പ്രൈസ് തന്നിട്ടുണ്ടോ? ആൻസർ യെസ് ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പ്രൈസ് തന്നിട്ടുണ്ട്. എത്ര ഇവിടെ ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ പ്രൈസ്? 3,500. അപ്പൊ ഇതിന്റെ ആൻസർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2യുടെ ആൻസർ കഴിഞ്ഞു.
ഇനി ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എക്സാമിനേഷൻ ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും ആണ്. പതുക്കെ ബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം നിങ്ങൾക്ക് തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിപ്പിക്കാം വിത്ത് ഡിവിഡൻഡ് ഇല്ലാതെ. പിന്നെ രണ്ടാമത്തത് വിത്ത് ഡിവിഡൻഡ്. തേർഡ് വൺ ഒരു കമ്പൈൻഡ് ഹെഡ്ജിങ്ങിന്റെ ക്വസ്റ്റ്യൻ. എനിവേ ഇവിടെ തന്നിരിക്കുന്ന ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ഡിസ്കസ് ചെയ്യാണ്. 6 months ഫോർവേഡ് കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ട്. എത്ര നിങ്ങൾക്ക് 6 months കോൺട്രാക്ട് പ്രൈസ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ കോൺട്രാക്ട് പ്രൈസ് 6 മാസത്തിന്റെ കോൺട്രാക്ട് പ്രൈസ് 3500 ആണ്. ഓക്കെ, 6 മാസത്തിന്റെ 3500 ആണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ തിയറട്ടിക്കൽ പ്രൈസ് എത്രയാണ്? നമ്മുടെ തിയറട്ടിക്കൽ 6 months തിയറട്ടിക്കൽ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. തിയറട്ടിക്കൽ പ്രൈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 4132.60. 4132.60. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എടുത്ത സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാരൻ ബുഫറ്റിന്റെ ഒക്കെ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് 1 ക്ലാസ്സിൽ. അപ്പൊ ഈ വാരൻ ബുഫറ്റിന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞത് വെറുതെ സമയം തീർക്കാനോ സമയം കൊല്ലാനോ വേണ്ടിയിട്ടല്ല, അതിന്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു ഇൻട്രൻസിക് വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നെറ്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ. എന്താ ഈ നെറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസെറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എത്ര അസെറ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ നോക്കും. അപ്പോൾ ഒരു ഷെയറിന് ഇപ്പൊ ഉള്ള അസറ്റിന്റെ വാല്യൂ കിട്ടും. അതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ അല്ലെ? അതാണ് ആക്ച്വൽ വാല്യൂ. കാരണം ആ കമ്പനി ഇപ്പൊ പൂട്ടി പോവുകയാണെങ്കിൽ കൂടി അതിന് ഒരുപാട് അസറ്റ് ഉണ്ട്. ആ അസറ്റുകളെല്ലാം നമ്മൾ ഒരു ഷെയറിലോട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ ഒരു ഷെയറിന് ഇത്ര കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതായിരിക്കണം ആ കമ്പനിയുടെ വാല്യൂ. അതിനെ പറയുന്ന പേരാണ് ഇൻട്രൻസിക് വാല്യൂ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാരൻ ബുഫറ്റ് ഒക്കെ ഇതേ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. ഇൻട്രൻസിക് വാല്യൂ, ഒരു അസറ്റിന്റെ ഇൻട്രൻസിക് വാല്യൂ കൂടുതലാണ്. പക്ഷെ മാർക്കറ്റിൽ അതിന് അത്രയൊന്നും വാല്യൂ ഇല്ല. ഒരു അസറ്റിന്റെ ഇൻട്രൻസിക് വാല്യൂ 100 ആണ്, മാർക്കറ്റ് പ്രൈസ് വെറും 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ ഇത് അണ്ടർ വാല്യൂഡാ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഷെയർ വാങ്ങിക്കണം. എന്തുകൊണ്ടാ? കാരണം ഷെയർ മാർക്കറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻട്രൻസിക് വാല്യൂലോട്ട് എത്തിയേ പറ്റൂ. കാരണം അതാണ് ആ കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ. അതിനുള്ള അസറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ നോക്കുമ്പോൾ അത്രയെങ്കിലും വാല്യൂ ഉണ്ട്, അതിന് 100 ഉണ്ട്. പക്ഷെ മാർക്കറ്റിൽ എന്തോ കാരണം കൊണ്ട് 60 ഉള്ളൂ. അത് മണ്ടത്തരാണ്. അപ്പോൾ 60 എത്രയിലോട്ട് വരും? മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന പറയാം. മാർക്കറ്റ് കറക്ഷൻസ് വിൽ ബി ദെയർ. മാർക്കറ്റ് 60 100 വരും, വന്നേ പറ്റൂ. കാരണം കമ്പനിയുടെ യഥാർത്ഥ വാല്യൂ അതാണ്. അപ്പൊ നിങ്ങൾ ബുദ്ധിമാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കമ്പനിയുടെ പ്രൈസ് ഇപ്പോഴും വാങ്ങിക്കും. എന്തുകൊണ്ടാ? 60 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കിട്ടും. അതിന്റെ പ്രൈസ് അതിന്റെ മാർക്കറ്റിലോട്ട് വാല്യൂലോട്ട് ഇൻട്രൻസിക് വാല്യൂലോട്ട് എത്തിയേ പറ്റൂ. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇക്വിലിബ്രിയം റീച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 100 രൂപയ്ക്ക് വിൽക്കാൻ നിങ്ങൾക്കത്. അപ്പൊ 60 ഉള്ളത് 100 രൂപക്ക് വിറ്റു, 40 രൂപ ലാഭം കിട്ടി. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ 120 ആണ്, ഇൻട്രൻസിക് വാല്യൂ വെറും 100 എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓവർ വാല്യൂഡ് ആണ്. കാരണം ഈ കമ്പനി ഇപ്പൊ പൂട്ടി പോവുകയാണെങ്കിൽ ഈ അസറ്റ് എല്ലാം എടുത്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് 100 രൂപയെ കിട്ടുള്ളൂ. മാർക്കറ്റിൽ ഇപ്പൊ അതിന്റെ വാല്യൂ 120 ആണ്. ഇപ്പൊ റിസ്കി ആണ്, ഓവർ വാല്യൂഡ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക? വിറ്റൊഴിവാക്കുക. കാരണം പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ കോൺട്രാക്ട് പ്രൈസ് ഇപ്പം 6 മാസത്തിന്റെ കോൺട്രാക്ട് പ്രൈസ് ഫോർവേഡ് പ്രൈസ് 3500 ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3500-ന് ഒരു അസറ്റ് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫോർവേഡ് വാങ്ങിക്കാം. 6 monthsന്റെ ഈ ഫോർവേഡ് കോൺട്രാക്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3500 ആണ്. ഷെയർ വാങ്ങിക്കുന്ന പോലെ ചിന്തിച്ചാൽ മതിയെ. ഫോർവേഡ് കോൺട്രാക്ടിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 6 മാസത്തിന്റെ കോൺട്രാക്ട് ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ പ്രൈസ് 3500 ആണ്. അതിന്റെ തിയറട്ടിക്കൽ പ്രൈസ് 4132 ആണ്. എന്താ തിയറട്ടിക്കൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ സ്പോട്ട് പ്രൈസ് പ്ലസ് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യും? ഇതൊന്ന് റിസ്ക് ഫ്രീ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടും. 6 മാസത്തേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, ഇപ്പൊ എത്രയാണ് നമ്മുടെ സ്പോട്ട് പ്രൈസ്? ഈ 4000 എന്നുള്ളത്
4132 രൂപയാവും മൈനസ് ഡിവിഡൻഡ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു ബുദ്ധിമാനായിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എപ്പോൾ എന്ത് ചെയ്യണം? ഈ 6 months കോൺട്രാക്ട് ബൈ ചെയ്യണോ അതോ സെല്ല് ചെയ്യണോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്തായിരിക്കും ഒപ്പീനിയൻ? ബൈ ചെയ്യണം. എന്തായിരിക്കും ഒപ്പീനിയൻ? ബൈ ചെയ്യണം. എന്തുകൊണ്ടാ? ഇപ്പൊ നമുക്കിത് 3500 അവൈലബിൾ ആണ്. ഇതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാ? തിയററ്റിക്കൽ പ്രൈസ് എത്രയാ? നമ്മുടെ ഇൻട്രൻസിക് വാല്യൂ പോലെയാണ് തിയററ്റിക്കൽ പ്രൈസ്. കാരണം ഈ 4000 ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തതും 6 മാസം കഴിയുമ്പോൾ കിട്ടുന്ന റിസ്ക് ഫ്രീ റിട്ടേണിന്റെങ്കിലും മിനിമം എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പൊ അത് 4132 രൂപ ആവണം. ഇപ്പൊ ഇത് എത്ര രൂപക്ക് അവൈലബിൾ ആ? 3500 രൂപക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പോ ബൈ ചെയ്യണം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് 4132 രൂപക്ക് മിനിമം വിൽക്കാം. ഒരു 632 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആർബിട്രാജ്. എന്താ ആർബിട്രാജ്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർബിട്രാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിൽ വരുന്ന ഡിഫറൻസ് മുതലാക്കുന്ന ആള്. ഞാൻ അതിന്റെ ഉദാഹരണമായിട്ട് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് ബട്ടർ ഫ്രൂട്ട് കൊണ്ടുവരുന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചക്കയും തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ ആ ചക്ക എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ഡിഫറൻസ് പറഞ്ഞു. അപ്പൊ ഇതാണ് ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി. ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇത് കൈവശം ഉണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങൾ വിൽക്കരുത്, വെയിറ്റ് ചെയ്യുക. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് 4132 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വിൽക്കാൻ പറ്റും. ഇപ്പൊ റെക്കമെൻഡഡ് ആക്ഷൻ എന്തായിരിക്കണം? ഇത് ബൈ ചെയ്യാനായിരിക്കണം നമ്മുടെ റെക്കമെൻഡഡ് ആക്ഷൻ. ഓക്കെ, ഇനി ഞാനിത് ക്വസ്റ്റ്യൻ നമ്പർ 3 പറയാണ്. ഇപ്പൊ റെക്കമെൻഡഡ് ആക്ഷൻ ഞാനൊരു വേർഡ് യൂസ് ചെയ്യണേ. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ബൈ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഫോർവേഡ് ബൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 എടുക്കുന്നു. അടുത്തത് ആർബിട്രാജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ അത് ഓൾറെഡി ചെയ്തു, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് തിയററ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയും. ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനും ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാനും മനസ്സിലാവും. അപ്പോൾ വീണ്ടും മൂന്നാമത് തിയററ്റിക്കൽ പ്രൈസ് തന്നെയാണ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എടുക്കൂ. എ 4-month യൂറോപ്യൻ കോൾ ഓപ്ഷൻ for stock is currently selling at ₹50. Dividend of 8 will be payable on stock in 1 month. Spot price of stock is ₹60 and strike price, അവിടെ എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് ഫോർവേഡ് പ്രൈസ് ആണ്. ഫോർവേഡ് പ്രൈസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സ്ട്രൈക്ക് പ്രൈസ് 55. Risk free rate is 12% per annum. Is there any arbitrage opportunity? അപ്പൊ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ല എന്നാണ് നോക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി നോക്കുക? ഇപ്പൊ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫോർവേഡ് പ്രൈസ് തന്നിട്ടുണ്ട്. ഫോർവേഡ് പ്രൈസ് തന്നിട്ടുണ്ട് 55. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം? ഇതിന്റെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ആ ഒരു എമൗണ്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഇത് അറിയാൻ പറ്റും. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ഉം ക്വസ്റ്റ്യൻ നമ്പർ 2ഉം ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 വിത്തൗട്ട് ഡിവിഡൻഡും ക്വസ്റ്റ്യൻ നമ്പർ 2 വെൻ ഡിവിഡൻഡ് ഇസ് റിസീവബിൾ ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്? വിത്ത് ഡിവിഡൻഡ് ആണോ, വിത്തൗട്ട് ഡിവിഡൻഡ് ആണോ, വിത്ത് ഡിവിഡൻഡ് ആണോ? ഇവിടെ നമുക്ക് ഡിവിഡൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനാ, വീണ്ടും റിപ്പീറ്റേഷനാ. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു. സ്പോട്ട് റേറ്റ്, സാധാരണത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്പോട്ട് റേറ്റ് ഇൻറ്റു e⁻RT ആണ്. അത് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ എന്ത് കുറയ്ക്കണം എന്ന് മാത്രം? പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് കുറയ്ക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ സ്പോട്ട് റേറ്റ് എത്രയാ? ഇപ്പോഴത്തെ കറണ്ട് സെല്ലിംഗ്, അതാണ് സ്പോട്ട്.
സ്പോട്ട് റേറ്റ് കറണ്ട് സ്പെല്ലിംഗ് 50 അല്ല, കറണ്ട് സ്പോട്ട് പ്രൈസ് ഓഫ് സ്റ്റോക്ക് 60 ആണ്. 60 മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം ഇൻറ്റു ഇ റേസ് ടു ആർ ടി. ആർ 12% ആണ്. ടി എത്രയാ? 4 മന്ത് യൂറോപ്യൻ കോൾ ഓപ്ഷൻ ആണ്. 4 മന്ത് കോൾ ഓപ്ഷൻ ആണ്. അപ്പോൾ ഇൻറ്റു 4/12. So this is equal to 60 minus e raised to 12, e raised to 12%, e raised to 0.12 into 4 divided by 12 equal to 0.33. So this is equal to 60 minus present value of dividend multiplied by e raised to 0.12 into 0.33 equal to e raised to 0.0396. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനിൽ ശരിക്കും തരും, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, എല്ലാ ക്വസ്റ്റ്യനിലും ഈയുടെ വാല്യൂ തരിക ഇ റേസ് ടു 0.40. ആ 0.0396 റൗണ്ട് ചെയ്തതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 60 മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഇ റേസ് ടു 0.40യുടെ എമൗണ്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാരണം വന്നതാണ്. ഓക്കെ, 1.0402. അപ്പൊ ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് അറിയേണ്ടത് ഒരു കാര്യമുണ്ട്. എന്തറിയണം? പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് എത്രയെന്ന് അറിയണം. പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ്. പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആർ ടി. സോ ഡിവിഡൻഡ് റിസീവബിൾ എത്ര? ഡിവിഡൻഡ് റിസീവബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് റിസീവബിൾ എന്ന് പറയുന്നത് 8 ആണ്. ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആർ 9%, സോറി 12 ആണ്. ഞാനത് 0.12 എന്ന് കാണിക്കുന്നുണ്ട്. ഇൻറ്റു എത്രയാണ് ടൈം പീരിയഡ്? ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പറയുന്നത് 1 മന്തിൽ കിട്ടും. അപ്പോൾ ഇൻറ്റു 1/12 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 0.12 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 0.083. 0.083. So this is equal to 8 divided by e raised to 0.12 into 0.083 equal to 0.0096 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് e raised to 0.010യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെയിം തന്നെയാണ്, 0.009 ആണ്. അത് റൗണ്ട് ചെയ്യുമ്പോൾ 9 ഉള്ളത് 10 ആയി മാറും. അപ്പം അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടും. സോ ഇ റേസ് ടു 0.010യുടെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തരുവേ ഇ റേസ്റ്റിന്റെ വാല്യൂ തരും. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാരണമാണ് അത് വരാതിരുന്നത്. ഇത്രയാണ് 1.01005. സോ 8 ഡിവൈഡഡ് ബൈ 1.01005 ഈക്വൽ ടു 7.92. സോ പ്രസന്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് 7.92 ആണ്. സോ അത് ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So 60 minus present value 7.92 into 1.0408 equal to 54.20 ആണ്. 54.20. ഓക്കെ, അപ്പൊ ഞാനിത് മുകളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ചാറ്റ് ബോക്സിൽ പറയണം ഞാൻ എന്താണ് ചെയ്യേണ്ടത്. 55 ഫോർവേഡ് പ്രൈസ് 55 ആണ്. അതിന്റെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് 54.2 ആണ്. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിത് ബൈ ചെയ്യണോ? ഈ ഫോർവേഡ് ബൈ ചെയ്യണോ? യെസ് ഓർ നോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഞാൻ ഈ ഫോർവേഡ് ബൈ ചെയ്യണോ? യെസ് ഓർ നോ? എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ചെയ്യരുത്, ചെയ്യരുത്. ഞാൻ എന്ത് ചെയ്യരുത്? ഈ ഫോർവേഡ് ബൈ ചെയ്യരുത്. എന്തുകൊണ്ടാ? ഇപ്പോ ഇതിന്റെ 55 ആണ്. ഇതൊരു 6 മാസം, 4 മാസം കഴിഞ്ഞാൽ ഇതിന്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് വെറും 54.2 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യരുത്? ബൈ ചെയ്യരുത്. ഇൻ കേസ് എന്റെ കൈവശം ഇതുണ്ടെങ്കിൽ, ഞാനിപ്പോ ഇത് എന്റെ കൈവശം ഇതുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. സെൽ ഫോർവേഡ്. കാരണം സെല്ല് ചെയ്താൽ എനിക്ക് 55 രൂപ കിട്ടും. ഇത് ഞാനൊരു 4 മാസം വെയിറ്റ് ചെയ്താൽ ഇതിന്റെ പ്രൈസ് മിക്കവാറും എന്തായിരിക്കണം? അത് 54.2 ആയിരിക്കും. അപ്പൊ ഫോർവേഡ് സെല്ല് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറയും, ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഫോർവേഡ് സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ സ്പോട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബൈ. അപ്പൊ കൺക്ലൂഷൻ നിങ്ങൾ ഈസ് ദർ ആൻ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ യെസ് ആണ്. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫോർവേഡ് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ സെല്ല് ചെയ്യുക. അപ്പൊ 55 രൂപ കിട്ടും. സ്പോട്ട് ബൈ ചെയ്യുക. എന്താ ഈ സ്പോട്ട് ബൈ ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരും.
നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തരും. ഫോർവേഡ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്പോട്ടിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ കഴിഞ്ഞ പോയിന്റിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. കഴിഞ്ഞ പോയിന്റിൽ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഫോർവേഡ് ബൈ ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഫോർവേഡ് എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഫോർവേഡ് ബൈ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ സ്പോട്ടിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. സ്പോട്ടിൽ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. സ്പോട്ടിൽ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. സ്പോട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താ സ്പോട്ട് എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് കുറച്ച് ക്ലാസ്സിലായിട്ട് പതുക്കെ പഠിക്കും. ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ് മാത്രം ആലോചിച്ചാൽ മതി. ഫോർവേഡിൽ എന്ത് ചെയ്യണം? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്പോട്ടിൽ ചെയ്യേണ്ടത്. ഒരു 2-3 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഈ സ്പോട്ട് എന്താണ്, ഫോർവേഡ് എന്താണെന്നൊക്കെ കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇത് ഞാൻ ആക്ച്വലി ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ എന്ത് ബിൽഡ് ചെയ്യാണ്? കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റിന്റെ ടോപ്പിക് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഞാനിത് പതുക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പൊ ഞാൻ ബിൽഡ് ചെയ്യുന്നത് ഒരു 11 ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ 11 ടോപ്പിക് ആയിട്ടാണ് ഞാനിത് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഓൾറെഡി 2 ടോപ്പിക് കഴിഞ്ഞു. ഒന്ന് ബേസിക് കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു, 2 ഫോർവേഡ് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്യൂച്ചർ പഠിപ്പിക്കും, പിന്നെ ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചർ പഠിപ്പിക്കും, പിന്നെ ഓപ്ഷൻ പഠിപ്പിക്കും, ഓപ്ഷൻ സ്ട്രാറ്റജി പഠിപ്പിക്കും, ഓപ്ഷൻ പ്രൈസ് മോഡൽ പഠിപ്പിക്കും, പിന്നെ സ്വാപ്പ്, പിന്നീട് ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ്, പിന്നെ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ്, പിന്നെ ഫൈനാൻഷ്യൽ റിസ്ക്. ഈ സെക്ഷൻ ഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സെക്ഷൻ ഡിയുടെ ടോപ്പിക് കംപ്ലീറ്റ് ഇന്റർലിങ്ക്ഡ് ആണ്. സെക്ഷൻ ഡിയുടെ ടോപ്പിക് കംപ്ലീറ്റ് ഇന്റർലിങ്ക്ഡ് ആണ്. ഇപ്പൊ നമ്മൾ സെക്ഷൻ ബി പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ ബിയിൽ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും കുറെ ടോപ്പിക്സ് നിങ്ങളുടെ CMA ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിലും അതിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഏരിയ മാത്രമാണ് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ തിയറിയാണ്. ആ പാർട്ട് ഞാനൊരു നോട്ട് തരാം, പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വിടാവുന്ന ടോപ്പിക്കാണ്, പെട്ടെന്ന് തീരും. കുറെ ഉണ്ട് കുറെ ചാപ്റ്റേഴ്സും കുറെ പേജസും കാണും. അതൊന്നും കഷ്ടപ്പെട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ ബി ഇപ്പോഴും തീർന്നിട്ടില്ല. സെക്ഷൻ ബിയുടെ പ്രോബ്ലംസ് ആണ് തീർന്നത്. തിയറി അവിടെ പെൻഡിങ് ഉണ്ട്. എന്നോട് ബിയും അതേപോലെ ഡിയും ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ ഡി നേരെ ഓപ്പോസിറ്റ് ആണ്. സെക്ഷൻ ഡിയിൽ തിയറീസ് കുറവാണ്, പ്രോബ്ലംസ് ആണ് എക്സാമിനേഷന് കൂടുതൽ ചോദിക്കാറ്. ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തല വട്ടായി പോകുന്ന രീതിയിൽ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടുണ്ടാവും. അത്രയൊന്നും ഇലാബറേഷന്റെ ആവശ്യമില്ല. അപ്പൊ വേറൊരു രീതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന പ്രോബ്ലംസും പിന്നെ കുറച്ച് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സെക്ഷൻ ഡിയിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ? അതിന്റെ പോയിന്റ്സ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ റെഗുലർ ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങളുടെ വർക്ക് പ്രഷറും അതേപോലെ CMA ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അത് കാരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. മ്യൂച്വൽ ഫണ്ടിൽ ഒരു ക്ലാസ് പെൻഡിങ് ഉണ്ട്, അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സും പെൻഡിങ് ഉണ്ട്. അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് തീർന്നു? ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടോപ്പിക് തീർന്നു. അപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 കാര്യമാണ്. ഫ്യൂച്ചറിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന് തിയറിറ്റിക്കൽ പ്രൈസ് എന്താണ്, 2 തിയറിറ്റിക്കൽ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, വെൻ ഡിവിഡൻഡ് ഇസ് ഗിവൻ, വെൻ ഡിവിഡൻഡ് ഇസ് നോട്ട് ഗിവൻ, പിന്നെ ആർബിട്രേജ് എന്താണ്, ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ ഇനി നെക്സ്റ്റ് ഇത് തുടങ്ങുകയാണ്, ടോപ്പിക് തുടങ്ങുകയാണ്. തേർഡ് വൺ, ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫ്യൂച്ചർ. ഇതിന്റെ നോട്ട് ഞാൻ ശ്രീലക്ഷ്മി മാമിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഓൾറെഡി. സോ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫ്യൂച്ചേഴ്സ്. അപ്പൊ ഇതിൽ കുറച്ച് തിയറി ഉണ്ട്. തിയറി നിങ്ങൾക്ക് പ്രോബ്ലംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള തിയറീസ് ആണ്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് എന്തുണ്ട്? ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റീസും അതേപോലെ തന്നെ പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഡിസംബർ എക്സാമിനേഷന് ചോദിച്ച ഒരു തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മുകളിൽ കുറെ എണ്ണമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഫ്യൂച്ചർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാനിത് നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്യൂച്ചർ, എന്താണ് ഫോർവേഡ്, എന്താണ് ഓപ്ഷൻ എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ ഒരു പോയിന്റ് കൂടിയും എക്സ്ട്രാ ആയിട്ട് കുറച്ചുകൂടി പറയുന്നു. ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ഒരു അസറ്റ് എക്സ്ചേഞ്ച് ചെയ്തേക്കാം,
ഷെയർ അസറ്റ് ഷെയർ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഒരു ഷെയർ എക്സ്ചേഞ്ച് ചെയ്തേക്കാം ഒരു ഫിക്സഡ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പൊ ഇവിടെ ഒരൊറ്റ ഡിഫറൻസ്, ഫോർവേഡ് കോൺട്രാക്റ്റിൽ എക്സ്ചേഞ്ച് ഇല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ല. ഫ്യൂച്ചറിൽ ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചർ പഠിക്കാൻ പോവുകയാണ്. കോൺട്രാക്ട് റിക്വയർസ് ഡെപ്പോസിറ്റിംഗ് മാർജിൻ by both parties in their accounts at the beginning of their contract, and their accounts are marked to market every day. Buyer of future contract will be at long position while seller of contract is said to be at short position. ടെക്നിക്കൽ ആസ്പെക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങളൊരു 4 ടെക്നിക്കൽ ആസ്പെക്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ ടെക്നിക്കൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എന്തുണ്ട്? മാർജിൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ എന്താണ് ഈ മാർജിൻ? എന്താണ് മാർജിൻ? അപ്പൊ നമ്മളത് പഠിക്കും. എന്താണ് മാർജിൻ, ടൈപ്പ് ഓഫ് മാർജിൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അത് ഡിസ്കസ് ചെയ്യാണ്. എന്താണ് മാർജിൻ? സെക്കൻഡ് പേജിലുണ്ട് ടൈപ്പ് ഓഫ് മാർജിൻ. മാർജിൻ ആക്ച്വലി 3 തരത്തിലാണ് മാർജിൻ ഉള്ളത്. ഒന്ന് ഇനീഷ്യൽ മാർജിൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. 2 മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. മൂന്നാമത്തത് വേരിയേഷൻ മാർജിൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഡീല് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഞാനും ഇത് CA ഫൈനലിൽ SFM പഠിക്കുന്ന സമയത്ത് സംഭവിച്ചിരുന്നത് ഇതേപോലെ തന്നെയാണ്. പലതും നമുക്കൊന്നും മനസ്സിലാവുക പോലുമില്ല. ഇത് എന്തൊക്കെയാണ്? നമ്മളിങ്ങനെ കുറെ തിയറി പഠിക്കും, കുറെ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലത്തിന്റെ ഫോർമാറ്റുകളും കുറെ ഫോർമുലാസ് ഉണ്ട്, ആ ഫോർമുലയൊക്കെ പഠിക്കും. കുറെ തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. കാരണം നമുക്കൊരു പിടിയില്ലാത്തൊരു സബ്ജക്റ്റാണ് ഈ SFM എന്ന് പറയുന്നത്. തിയറട്ടിക്കൽ പ്രൈസ്, ആ പ്രൈസ്, അതിന്റെ ഫോർമുല, അതൊക്കെ നമ്മൾ മറക്കുകയും ചെയ്യും. കാരണം SFM അത്ര അധികം പഠിക്കാനുണ്ട്. ഈ CFR ഒക്കെ വെച്ച് നോക്കുമ്പോൾ CFR ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടാം എക്സാമിനേഷന്. അമാൽഗമേഷൻ കുറച്ചറിയും, കൺസോൾട്ടേഷൻ കുറച്ചറിയും, അവിടെ ഇവിടെ തിയറി കുറച്ചറിയും. ഞാൻ CFRനും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കുറച്ച് അറിയുമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാൻ പറ്റും. കാരണം ഈ പലതും നമ്മൾ BCom മുതൽ പഠിച്ചു വരുന്ന, +1 +2ലും BComലും ഒക്കെ CMA ഇന്റർമീഡിയറ്റിലും ഒക്കെ പഠിച്ചു വരുന്നതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൂട്ടാൻ പറ്റും. പക്ഷെ SFന്റെ പ്രോബ്ലം നമ്മൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിൽ SFM പലപ്പോഴും പറയാറ്, ചില സ്റ്റുഡൻസ് പറയും ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പഠിച്ചതൊക്കെ മറന്നു, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ചിലർ പറയും അയ്യോ സമയമില്ലായിരുന്നു, പഠിച്ചു പക്ഷെ ഞങ്ങളത് മറന്നു, ഓർത്തു വന്നു, ഓർമ്മ കിട്ടിയപ്പോൾ തന്നെ സമയം പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്തു വന്നപ്പോൾ തെറ്റി, ആകെ പ്രശ്നം. അപ്പൊ SFM അങ്ങനെ ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് ഇതെന്ത് ചെയ്യും, ഇതാണ്ട് പഠിക്കും, വേറെ മാർഗമൊന്നുമില്ല, ഇതാണ്ട് പഠിക്കും, പിന്നെ ഇതങ്ങനെ ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കാണ്ട് എന്ത് ചെയ്യും, എക്സാം ഹാളിൽ ചെയ്യാൻ പറ്റും. തിയറട്ടിക്കൽ പ്രൈസ്, സ്പോട്ട് റേറ്റ് ഇൻടു E/RT, ആ ഫോർമുല ഓർമ്മ വരും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു പോവാം. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റാ. പക്ഷെ അപ്പോഴും നമുക്കൊരു ഗ്രിപ്പ് ഒന്നും കിട്ടില്ല. സംഭവം SFMൽ 60 മാർക്കിന്റെ മുകളിൽ കിട്ടിയെന്നൊക്കെ പറയാം, പക്ഷെ എന്താണ് ഇതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഒന്നും പറയാൻ പറ്റില്ല. എടാ അത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയും. തിയറട്ടിക്കൽ എക്സ്പ്രൈസ് ഈ കാര്യങ്ങൾ SFM പാസ്സായോടും ചോദിച്ചു നോക്കും, ഇതൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. പിന്നീട് റിയൽ ലൈഫിൽ വന്ന് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ ഇതാണ് എന്ന് മനസ്സിലായത്. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞത് മാർജിൻ എന്താന്ന് മനസ്സിലാക്കാനാണ്. ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും ബ്രോക്കറോടുള്ള ഡീലിംഗ് ആണ്. ആ ബ്രോക്കറോടുള്ള ഡീലിംഗ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇത് ഇൻവെസ്റ്റേഴ്സിനുള്ളതല്ല, ട്രേഡിങ്ങിനുള്ളതാണ്. മാർജിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും മാർക്ക് ടു മാർക്കറ്റ് എന്താണെന്നും മാർക്ക് ടു മാർക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു റിയൽ കേസ് എടുക്കുന്നു. അപ്പൊ ആ റിയൽ കേസ് എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 2-3 മാർഗമുണ്ട്. ഒന്നാമത്തെ മാർഗം, സപ്പോസ് ഞാൻ പറയുന്നു നമുക്കൊരു 2 ലക്ഷം രൂപയുടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ബ്രോക്കർ അടുത്ത് പോയിട്ട് എന്ത് കൊടുക്കും, ഇതാ പിടിച്ചോ 2 ലക്ഷം രൂപ. ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു, ജിയോജിത്തിൽ പോയിട്ട് 2 ലക്ഷം രൂപ പിടിച്ചോ എന്ന് പറയുന്നു. ജിയോജിത്ത് ഒരു ബ്രോക്കറാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. അവിടെ പോയിട്ട് കൊടുക്കും. അവിടെ പോയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഫിസിക്കലി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നെറ്റ് ബാങ്കിങ് വയോ, UPI വയോ, ഭീം ആപ്പ് വയോ, ഗൂഗിൾ പേ വയോ, ഗൂഗിൾ പേ പറ്റില്ല, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI വഴി നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ട് പണി ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ വാലറ്റിലോട്ട്, നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജിയോജിത്തിന്റെ അടുത്തുള്ള നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, നമ്മുടെ വാലറ്റിലോട്ട്, Paytm ഒക്കെ പോലെ.
അപ്പൊ ഇപ്പോൾ ആ വാലറ്റിൽ ആ ജിയോജിത്തിന്റെ ആപ്പിൽ 2 ലക്ഷം രൂപ ഉണ്ടാവും. ആ 2 ലക്ഷം രൂപ ആക്ച്വലി അങ്ങനെ 2 ലക്ഷം രൂപയുണ്ട്, കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. ശരിക്കും 2 ലക്ഷം രൂപ ഫിസിക്കലി പ്രസന്റ് ആണ്. എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു മാർഗം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ജിയോജിത്തിന്റെ അടുത്ത് നിന്ന് പോയിട്ട് പറയാ, അതെ ഞങ്ങൾ ഈ മാർജിൻ വെച്ച് കളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആഹാ, ഓക്കെ. അപ്പൊ ജിയോജിത്ത് പറയും, നമ്മുടെ ഇതൊക്കെ നോക്കിയിട്ട് ചോദിക്കും എത്രയാണ് മാർജിൻ അതൊക്കെ ചോദിച്ചിട്ട് അവർ പറയും ഓക്കെ ഞങ്ങൾ നിങ്ങൾക്കൊരു 1 ലാക്ക് വേണ്ട 2 ലാക്ക് തന്നെ 2 ലാക്ക് തന്നെ ആയിക്കോട്ടെ, 2 ലാക്കിന്റെ ഒരു എലിജിബിലിറ്റി തരുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു മാർജിൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലാക്കിന്റെ ഷെയർസിൽ എപ്പോ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. എപ്പോ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പൈസ ആര് തരും? ജിയോജിത്ത് ഇങ്ങോട്ട് തരുന്നേ. ജിയോജിത്ത് ഇങ്ങോട്ട് തരും, നമുക്ക് കടം തരുന്ന പോലെയാണ്. 2 ലാക്സ് എടുത്തോ. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ ജിയോജിത്തിന്റെ ഗുണം? ജിയോജിത്ത് പറയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒരു മാർജിൻ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കും? ഒരു 10% മാർജിൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കും? എന്താ ഈ മാർജിൻ, എന്താണ് ഈ മാർജിൻ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയും, അപ്പം ജിയോജിത്ത് പറയും ഇതൊരു 10% എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഞങ്ങൾക്കൊരു 20,000 തരണം. ഇപ്പൊ ഞങ്ങൾക്കൊരു 20,000 തരണം. ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് മാർജിൻ. ഓക്കെ, നിങ്ങൾ സമ്മതിച്ചു? ഓക്കെ, സമ്മതിച്ചു. മാർജിൻ എന്ന് വിളിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ. 20,000. എന്താ ഈ 20,000 തന്നല്ല ഗുണം? 20,000 തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ വരെ ക്രെഡിറ്റ് കിട്ടും. ക്രെഡിറ്റ് ഒന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ലാംഗ്വേജിൽ പറയുകയാണെ, ഹൈലി ടെക്നിക്കൽ പോകുന്നില്ല, കാരണം എക്സാം പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് വരെ ഷെയർ വാങ്ങിക്കാം, കടം തരാം ഞങ്ങള്. ഓക്കെ, ശരി, വളരെ സന്തോഷം. അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾ അവർ പറയും അതെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പ്രശ്നം? സപ്പോസ് ഈ ഷെയറിന്റെ വാല്യൂ നിങ്ങൾ ഇപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തല്ലോ. യെസ്, പല പല ഷെയറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. യെസ്. അപ്പൊ ഈ ടോട്ടൽ വാല്യൂ, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പല പല ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. 2 ലക്ഷം രൂപയ്ക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ 2,20,000 ആയിട്ടുണ്ടെങ്കിൽ, കൂടിയ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ വേരിയേഷൻ മാർജിൻ എന്ന് പറഞ്ഞൊരു മാർജിൻ തരണം. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ഇനീഷ്യൽ മാർജിൻ, സ്റ്റാർട്ടിങ്ങില് മാർജിൻ പറഞ്ഞു 10%. ഇതിന്റെ ഡിഫറൻസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഒരു വേരിയേഷൻ മാർജിൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മെയിൻ്റെനൻസ് മാർജിൻ, ചെറിയ വ്യത്യാസമുണ്ട്, വേരിയേഷൻ മാർജിൻ തരണം. എന്ന് പറഞ്ഞാൽ ഒരു 22,000 10% എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാല്യൂ കൂടിയിട്ടുണ്ട്, അപ്പോ 2,20,000 10% 2,000 റുപ്പീസ്. ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾക്ക് തരണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ എന്താ മാർജിൻ? ഇനി അത് കുറഞ്ഞാലോ? കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പഠിക്കും. അപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഡീല് ചെയ്യാൻ എന്ത് മതി? ഈ ഒരു 20,000 രൂപ മതി 2 ലക്ഷം രൂപയുടെ സാധനം ആക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും സർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ജിയോജിത്ത് എന്താ നാട്ടുകാരെ നന്നാക്കാൻ ഇരിക്കുകയാണോ? അല്ല, നാട്ടുകാരെ നന്നാക്കാൻ ഇരിക്കുകയല്ല. ജിയോജിത്തിന് ഇവിടെ 2 ഇൻകം ഉണ്ട്, അതിലാണ് ഇവിടുത്തെ ട്രിക്ക്. ജിയോജിത്തിന്റെ ഇൻകം നമ്പർ 1 എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഷെയർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ജിയോജിത്ത് നമ്മളോട് കമ്മീഷൻ ചോദിക്കും. ഓക്കെ, അവർ പൈസ ഇങ്ങോട്ട് തരും. അവർ പൈസ ഇങ്ങോട്ട് തന്നിട്ട് പറയും ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, സന്തോഷം. അപ്പൊ ഒരു മിനിറ്റ്, എന്താ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിലൊരു കമ്മീഷൻ ഉണ്ട് കേട്ടോ, ഷെയർ വാങ്ങിക്കുന്നതിന്റെ കമ്മീഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് തന്നെ പൈസ കൊടുത്തിട്ട് അപ്പൊ നമ്മൾ കമ്മീഷൻ വാങ്ങിക്കും. എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പൈസ തന്നു, അതിന്റെ ഇൻകം നമ്മുടെ പോക്കറ്റിൽ നിന്ന് കമ്മീഷൻ ഇങ്ങോട്ട് പോയി, വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യും, അവര് ഇൻട്രസ്റ്റ് വാങ്ങിക്കും. ഈ ഒരു ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ചെറിയൊരു ഇൻട്രസ്റ്റ് അല്ല, ആക്ച്വലി വേറൊരു വേർഡാണ്. ഇനി അതും കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുറച്ച് പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ പിടിക്കാൻ തന്നു, എന്നിട്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തു അതിന് കമ്മീഷൻ വാങ്ങിച്ചു അവരുടെ പോക്കറ്റില്. പിന്നെ എന്തും കിട്ടി? ഇൻട്രസ്റ്റും കിട്ടി അവരുടെ പോക്കറ്റില്. നമ്മൾ ഈ ഷെയർ വിൽക്കും, അപ്പോഴും കമ്മീഷൻ കൊടുക്കണം. ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും കമ്മീഷൻ. അപ്പൊ ഇത് അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നമുക്ക് തന്നു. അവര് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അവർക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും, ഇൻട്രസ്റ്റും കിട്ടിക്കൊണ്ടിരിക്കും. നഷ്ടം നമുക്കാ. സർ എന്താ നഷ്ടം? ഈ 2 ലാക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, 2 ലാക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിന്റെ വാല്യൂ ഇടിഞ്ഞ് 1,80,000 ആയി. 1,80,000 ആകുമ്പോൾ സർ അപ്പൊ എങ്ങനെ നമുക്ക് നഷ്ടം? സർ നമുക്ക് 1,80,000 ഒന്നും നഷ്ടമൊന്നുമില്ല. നമ്മളോട് എത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും? 18,000 മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. 18,000 മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. അപ്പൊ ആക്ച്വലി നമുക്ക് 2,000 ഇങ്ങോട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും ആഹാ കൊള്ളാലോ സർ. കൊള്ളാലോ എന്നല്ല, 20,000 രൂപ നിങ്ങൾ കൊടുത്തതാ, നിങ്ങളുടെ പൈസയാ. അത് 1,80,000 ആകുമ്പോൾ നിങ്ങൾക്ക് 18,000 മെയിൻറ്റെയിൻ ചെയ്താൽ മതി, 2,000 തിരിച്ചു വരും. കൊള്ളാലോ സർ ഏർപ്പാട്. അപ്പൊ നമുക്ക് ലാഭമല്ലേ? ലാഭമൊന്നുമില്ല. എന്താ?
നമ്മൾ ആദ്യം എത്ര വാങ്ങിച്ചു? 2 ലാഖിന് ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. 2 ലാഖിന് ഷെയർ വാങ്ങിച്ചപ്പോൾ ഇവർക്ക് എന്ത് കിട്ടി? അതിന്റെ കമ്മീഷൻ കിട്ടി. പിന്നെ നമ്മൾക്ക് എന്ത് തന്നു? കടം തന്നു. കടം തരുമ്പോൾ 2 ലക്ഷം തന്നെ കടം കൂട്ടുക. ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 2 ലക്ഷത്തിലാണ് കൂട്ടുക. ഇവർക്ക് ഒരു ലോസും ഇല്ല, നമുക്കാണ് ലോസ്. എന്താ ലോസ്? നമുക്ക് 2000 രൂപ കിട്ടി, പക്ഷെ 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2000 രൂപ അവർ തിരിച്ചു തന്നു. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? നമ്മളുടെ കമ്മീഷനും പോയി, നമ്മുടെ ഇൻട്രസ്റ്റും പോയി. പക്ഷെ ഇത് നന്നായിട്ട് രീതിയിൽ ട്രേഡ് ഒക്കെ ചെയ്ത് കളിക്കുന്നവർക്കാണെങ്കിൽ ആരാന്റെ പൈസ കൊണ്ട് അല്ലെങ്കിൽ ജിയോജിത്തിന്റെ പൈസ കൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, ലാഭം ഉണ്ടാക്കാം. ആ ലാഭം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിൽക്കും, ആ വിറ്റിട്ട് നിങ്ങൾ ആ മാർജിൻ മണി ഒക്കെ സെറ്റിൽ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് സെറ്റിൽ ചെയ്യുന്നു. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫ്യൂച്ചറിന് മാർജിൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ആ മാർജിൻ ഇനീഷ്യൽ മാർജിൻ ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് നമ്മളോട് എന്ത് പറയും? ഒരു സം മണി ഡെപ്പോസിറ്റ് ചെയ്യണം. ബോത്ത് പാർട്ടീസ്, ബയറും സെല്ലറും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. യൂഷ്വലി അത് 10% ഓഫ് കോൺട്രാക്ട് വാല്യൂ ആണ്. ഇനി മെയിൻ്റനൻസ് മാർജിൻ ഉണ്ട്. എന്താ മെയിൻ്റനൻസ് മാർജിൻ? മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറഞ്ഞാൽ മിനിമം മാർജിൻ റിക്വയർഡ് ടു ഹോൾഡ് ആണ്. അപ്പൊ നമ്മുടെ കേസിൽ ആ 10% എപ്പോഴും മിനിമം ആയിട്ട് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണം. Margin is normally 75 to 80% of initial margin. It will be total percentage of contract value. അപ്പൊ മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇനീഷ്യൽ മാർജിന്റെ ഒരു 75 അല്ലെങ്കിൽ 80% നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും അത് വേണം. നെക്സ്റ്റ് വേരിയേഷൻ മാർജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ മണി ബോട്ട് ബൈ ദ പാർട്ടി ഫ്രോം ഹോം മാർജിൻ കോൾ ഹാസ് ബീൻ മെയ്ഡ്. Additional money bought to bring the balance level of initial margin is variation margin. അപ്പോൾ ഇനീഷ്യൽ മാർജിനോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് വേരിയേഷൻ മാർജിൻ. അപ്പൊ എന്തേ കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും കോൾ ചെയ്യും, ജോലിന്ന് വിളി വരും, അതേ വാല്യൂ കുറെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൂടിയിട്ടുണ്ട് കേട്ടോ, ഓക്കെ വളരെ സന്തോഷം. ഷെയർ വിൽക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ എന്ത് തന്നേക്ക്? ആ പ്രൈസ് കൂടിയിട്ടുണ്ട്, അതിന്റെ ബേസിൽ ആ മാർജിൻ മണി ഇപ്പോ സെയിം അല്ല, അപ്പൊ കുറച്ചും കൂടി മാർജിൻ മണി കൊണ്ടുവിടണം. ഇതാണ് വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മാർജിൻ. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ്, ഫോർവേഡിൽ ഷെയർ മാർക്കറ്റ് ഇല്ല, ഫ്യൂച്ചറിൽ സെയിം ആണ്, പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഷെയർ മാർക്കറ്റ് ഇൻവോൾവ് ആണ്. ഇനി ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന രണ്ട് കൂട്ടരും ബയറും സെല്ലറും മാർജിൻ മണി ഡെപ്പോസിറ്റ് ചെയ്യണം. ആൻഡ് അവരുടെ അക്കൗണ്ട്സ് ആർ മാർക്ക് ടു മാർക്കറ്റ് എവറി ഡേ. അക്കൗണ്ട്സ് എന്താണ്? മാർക്ക് ടു മാർക്കറ്റ് എവറി ഡേ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് പഠിക്കണം? എന്താണ് ഈ മാർക്ക്ഡ് ടു മാർക്കറ്റ് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, അത് അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ടാവും. അപ്പൊ മാർക്ക് ടു മാർക്കറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല തോന്നുന്നു, അടുത്ത ടോപ്പിക്കിൽ വരേണ്ടതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്കിൽ പഠിക്കാം. അല്ല, ഇവിടെ ഉണ്ട് തേർഡ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ മാർക്കറ്റിൽ മാർക്ക് ടു മാർക്കറ്റ് ഓർ മാർക്കറ്റിംഗ് ടു മാർക്കറ്റ് രണ്ടും സെയിം ആണ്. മാർക്ക് ടു മാർക്കറ്റ് എന്താ? മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it refers to accounting method where asset is valued according to current market price. അപ്പോൾ അസറ്റ് വാല്യൂ ചെയ്യുന്നത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്ക് ടു മാർക്കറ്റ് is a unique feature of derivative under which profit or losses associated with price movement are credited or debited from an investor's account. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കൂടി, പ്രൈസ് കൂടുമ്പോൾ നമ്മളോട് എന്ത് ചോദിക്കും? ആ മാർജിൻ മണി ചോദിക്കും. പ്രൈസ് കുറയും, തിരിച്ചിങ്ങോട്ട് ക്യാഷ് കിട്ടും. അപ്പൊ പ്രോഫിറ്റ് ഓർ ലോസ് അസോസിയേറ്റഡ് വിത്ത് പ്രൈസ് മൂവ്മെന്റ്സ് ആർ ക്രെഡിറ്റഡ് ഓർ ഡെബിറ്റഡ് ടു ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് എവറി ഡേ ദ കോൺട്രാക്ട് ഈസ് മാർക്ക് ടു മാർക്ക് ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ ഞാൻ വീണ്ടും ഇത് ഡിഫൈൻ ചെയ്യുന്നു, വീണ്ടും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ ഇത് തന്നെ കാണിക്കാൻ പോവുകയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, 20,000 രൂപയുടെ മാർജിൻ മണി നിങ്ങൾക്ക് എത്ര കിട്ടി? 2 ലക്ഷം രൂപയുടെ ഷെയർ കിട്ടി. ഓക്കെ, 2 ലക്ഷം രൂപയുടെ ഷെയർ കിട്ടി. അടുത്ത ദിവസം ആയപ്പോൾ ഇപ്പൊ നിങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചു. നെക്സ്റ്റ് ഡേ ആയപ്പോൾ, സെക്കൻഡ് ഡേ ആയപ്പോൾ ഷെയറിന്റെ പ്രൈസ് 2,20,000 ആയി. 2,20,000 ആയി. അവരെന്ത് പറയും? മാർജിൻ മണി 22,000 വേണം കേട്ടോ. ഓക്കെ, അപ്പൊ 2,000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഒന്ന്. പക്ഷേ മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എന്തുണ്ടായി? പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെ? പ്രോഫിറ്റ് ഉണ്ടാക്കി. എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി? 20,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, 2 ലക്ഷം ഉള്ളത് 2,20,000 രൂപയായി. ഈ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ആഹാ, കൊള്ളാലോ സാർ ഏർപ്പാട്, 20,000 രൂപ കിട്ടിയല്ലോ. അത്ര കൊള്ളൊന്നുമില്ല. എന്താ ഞാൻ അത്ര കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ ഒരു സ്റ്റോറി ഉണ്ട്. എന്താ സ്റ്റോറി? നിങ്ങൾ ആദ്യം 20,000 രൂപയുടെ മാർജിൻ മണി
20,000 രൂപയുടെ മാർജിൻ മണിയുടെ ഡെപ്പോസിറ്റ് വെച്ചിട്ടാണ് 2 ലക്ഷം രൂപയുടെ ഷെയർ വന്നത്. സർ കൊള്ളാലോ സർ, എന്നാലും 2,20,000 രൂപയില് ഓക്കെ ആയി സർ. അപ്പൊ നമുക്ക് 20,000 രൂപ കിട്ടിയില്ലേ? ആയി സർ. അപ്പൊ നമുക്ക് നമ്മുടെ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയില്ലേ സർ? ഒരു ദിവസം കൊണ്ട് 20,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടി. ഓക്കെ, 20,000 രൂപ തിരിച്ചു കിട്ടിയോ? ഇല്ല. അവര് നമ്മളോട് എന്ത് പറഞ്ഞു? ഒരു 2,000 രൂപ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് തരണം കേട്ടോ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എത്രയേ കിട്ടിയുള്ളൂ? 18,000. ഇത്രയും കിട്ടിയോ? ഇല്ലാന്നേ, ഇത്രയും കിട്ടില്ല. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഈ 2 ലാഖിന് വാങ്ങിച്ചപ്പോ നമ്മൾ എന്ത് കൊടുക്കണം? ബ്രോക്കറേജ് കൊടുക്കണം. അപ്പൊ ബ്രോക്കറേജ് കുറയ്ക്കും. ആഹാ. പിന്നെ നമ്മൾ സെല്ല് ചെയ്യുന്നു വേണ്ട കേട്ടോ. അതിന്റെ മാർക്കറ്റ് വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്താൽ അവർ അതിന്റെ പ്രോഫിറ്റോ ലോസോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴും ഒരു കമ്മീഷൻ പോവും. അവിടെയും തീർന്നില്ല. പിന്നെ നമ്മൾ ഇത് ആക്ച്വലി വിൽക്കുമ്പോൾ ഒരു STTയും കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയും കണ്ടും കളിക്കുന്നവർക്ക് പൈസ കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് എന്ത് പോകും? കയ്യിൽ നിന്ന് പൈസ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് പൈസ പോകുന്ന ഏർപ്പാടാണ്. അപ്പൊ ഇതാണ് മാർക്ക് ടു മാർക്കറ്റ്. ഇപ്പൊ എന്തായി മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം ആയിരുന്നു, അത് 2,20,000 രൂപ ആയപ്പോ മാർക്കറ്റ് വാല്യൂ കൂടിയപ്പോ അതിന്റെ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നു. ലോസ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരെ എടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ. ലോസ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് എടുക്കുകയും ചെയ്യും ആ ലോസ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെങ്കിലും ലാഭമാണ്, നമ്മളെ നന്നാക്കാൻ ഇരിക്കല്ല. അത് കളിക്കാൻ അറിയുന്നവർ പൈസ ഉണ്ടാക്കും, അല്ലാത്തവർ ഇതൊക്കെ കേൾക്കുമ്പോൾ തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വഭാവമാണ് തല വെച്ച് കൊടുക്കരുതേ. കാരണം നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം തല വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ കൈ പൊള്ളും. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എന്ത് ചെയ്യുക? ചെറിയ എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് കളിക്കുക. കൈ പൊള്ളുമ്പോൾ ഓക്കെ പഠിച്ചല്ലോ, ഇനി ആ ഭാഗത്തു കൂടെ പോവരുത്. കൈ പൊള്ളുമ്പോൾ ചിലർ എന്ത് ചെയ്യും? ആ നഷ്ടം കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇടും. അതോടുകൂടി ആ കൂടുതൽ ഇട്ടതും കൂടിയും കയ്യിൽ നിന്നുകൊണ്ട് പോകും. അവരപ്പുറത്തുനിന്ന് വളരെ നല്ല മധുരമനോഹരമായ വാഗ്ദാനങ്ങളും ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഓർക്കേണ്ടത് നമ്മളെ നന്നാക്കാനല്ല അവരിയ്ക്കുന്നത്. ഓക്കെ, ഇപ്പൊ മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഭാവിയിൽ തല വെച്ച് കൊടുക്കണ്ട. നോക്കിയും കണ്ടും പഠിച്ചിട്ട് തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ പൈസ ഇട്ടിട്ട് തെറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി പതുക്കെ പതുക്കെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ലാഭം കിട്ടും. ഓക്കെ, എനിവേ അപ്പൊ മാർക്ക് ടു മാർക്കറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. കാരണം മാർക്കറ്റ് വാല്യൂ നോക്കുന്നു. ആ മാർക്കറ്റ് വാല്യൂ, ആ പ്രോഫിറ്റ് ഓർ ലോസ്, പ്രൈസ് മൂവ്മെന്റിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ആർക്ക് ക്രെഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് എവറി ഡേ. ഓക്കെ, അപ്പൊ അതും ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ മാർജിൻ എന്താന്ന് പറഞ്ഞു, മാർക്ക് ടു മാർക്കറ്റ് എന്താന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിന്റെ ഫീച്ചറാ? ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ ഫീച്ചറാ. പിന്നെ ബയർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് വിൽ ബി അറ്റ് ലോങ് പൊസിഷൻ ആൻഡ് സെല്ലർ ഈസ് അറ്റ് ഷോർട്ട് പൊസിഷൻ. ഇതിടക്ക് യൂസ് ചെയ്യുന്ന വേർഡ് ആണ്, അത് പഠിച്ചു വെക്കുക. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയർ പറയുന്ന പേരാണ്. അപ്പൊ ഗോ ലോങ്, ഇനി എവിടെയെങ്കിലുമൊക്കെ ഗോ ലോങ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ബൈ ചെയ്യാന്നർത്ഥം. ബൈ ചെയ്യാന്നർത്ഥം. ആൻഡ് സെല്ലറെ വിളിക്കുന്ന പേരാണ്, ആള് ഷോർട്ട് പൊസിഷൻ ആണ്. സോ ഗോ ഷോർട്ട് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? പോയി വിൽക്കാനാ പറയുന്നത്. അപ്പൊ ലോങ് എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യണം, ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. അപ്പൊ അതും പഠിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. പതുക്കെ ഞാൻ പറഞ്ഞല്ലോ, പതുക്കെ ഞാൻ ബിൽഡ് ചെയ്യുന്നു. ആ ബിൽഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യൂ, കോൺസെപ്റ്റ് മനസ്സിലാക്കൂ. പിന്നെ CMAയുടെ ടെക്സ്റ്റ് ബുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എക്സ്ചേഞ്ച് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. എത്ര ക്വാണ്ടിറ്റി ആണ്, പ്രൈസ് ഒക്കെ എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്യും. ഡെലിവറി ഡേറ്റ് ഒക്കെ. പ്രൈസ് ലിമിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിന് ചില ലിമിറ്റ് ഉണ്ട്. തോന്നിയ വിലയൊന്നും ഈടാക്കാൻ പറ്റില്ല. പ്രൈസ് എത്ര ആവണം എന്നുള്ളത് ഒരു മാക്സിമം പ്രൈസ് ഉണ്ട്. അത് ഷെയർ മാർക്കറ്റ് തീരുമാനിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് തീരുമാനിക്കും. അതിന് അവർക്ക് വേറെ പല ടെക്നിക്കൽ കാര്യങ്ങളും ഉണ്ട്, പല മെത്തേഡ്സും ഉണ്ട്. ആ മെത്തേഡ്സ് ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് അവർ പ്രൈസ് ലിമിറ്റ് ഫിക്സ് ചെയ്യും. മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞു. മാർജിൻ റിക്വയർമെന്റ് ഫോർ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു. മാർജിൻ റിക്വയർമെന്റ് എന്താന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈസ് ഓഫ് അസറ്റ് വേരീസ് ആൻഡ് ഡസ് നോട്ട് റിമൈൻ കോൺസ്റ്റന്റ്. എക്സ്ചേഞ്ച് മാൻഡേറ്റ് ബോത്ത് പാർട്ടീസ് ടു മെയിൻറ്റെയിൻ സം ഫിക്സഡ് എമൗണ്ട് ഓഫ് ദിയർ അക്കൗണ്ട്. ആ മാർജിൻ റിക്വയർമെന്റ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ്? എക്സ്ചേഞ്ച് ഒക്കെ ഉള്ളത് കൊണ്ട് ലോ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. പ്രൈസ് നമുക്ക് ഡിസ്കവർ ചെയ്യാം. യെസ്, ഇത് ഡിസ്കവർ ചെയ്യാം. കാരണം ഇവിടെയും നമ്മുടെ ഫോർവേഡ് പോലെ തന്നെയാണ്. ഫോർവേഡിൽ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, പ്രൈസ് ഡിസ്കവറി ഫംഗ്ഷൻ ഉണ്ടോ? ഉണ്ടെന്നേ. ഫോർവേഡിൽ പ്രൈസ് ഡിസ്കവറി ഫംഗ്ഷൻ ഉണ്ട്. സർ അത് നമ്മൾ പഠിച്ചില്ലല്ലോ. നമ്മൾ പഠിച്ചെന്നേ. നമ്മുടെ ഈ തിയറട്ടിക്കൽ പ്രൈസ് ഇല്ലേ, നമ്മുടെ തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ്, അത് തന്നെയാണ് ഈ പ്രൈസ് ഡിസ്കവറി. നമ്മൾ പ്രൈസ് ഡിസ്കവർ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? തിയറട്ടിക്കൽ പ്രൈസ് പഠിക്കാനുണ്ട്.
ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫോർമുലാസ് വരുന്നുണ്ട്. വാല്യൂഷൻ ഓഫ് ഫ്യൂച്ചർ ഇതാ കണ്ടോ, ബേസിക് പ്രൈസ്, ഇങ്ങനെ കുറെ ഫ്യൂച്ചർ പ്രൈസ്, ഇവിടെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഉണ്ട്. ഓക്കെ, സെയിം ആണ് കേട്ടോ, ഫോർവേഡ് കോൺട്രാക്ട് പോലെ തന്നെയാണ് ഏറെക്കുറെ. അപ്പൊ ഫോർവേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂച്ചറും കുറെയൊക്കെ മനസ്സിലാക്കാം, കാരണം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഫോർവേഡിൽ ഷെയർ മാർക്കറ്റ് ഇല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ല, ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, അങ്ങനെ ചെറിയ വ്യത്യാസം. ഇനി കമ്മോഡിറ്റി ഫ്യൂച്ചർ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മോഡിറ്റീസിൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള പോർക്ക്, ലൈഫ് കാറ്റിൽ, ബെല്ലി, ഷുഗർ, വൂൾ, ലംബർ, കോപ്പർ, അലൂമിനിയം, ഗോൾഡ്, ടിൻ, ഇങ്ങനെ കുറെ കമ്മോഡിറ്റീസ് ഉണ്ട്. പോർക്ക്, ലൈഫ് കാറ്റിൽ, പശുവിനൊക്കെ നമുക്ക് ചെയ്യാട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഇൻഡെക്സും കറൻസിയും, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പ്രോബ്ലം ആയിട്ട്. സ്റ്റോക്ക് ഇൻഡെക്സസ്, NSEയുടെ ഇൻഡെക്സ്, ടോപ്പ് 50 കമ്പനീസ്, ടോപ്പ് 100, ടോപ്പ് 200 എന്നൊക്കെ പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്. കറൻസീസ് അതേപോലെ. സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചർ, പേര് തന്നെ ഉണ്ട്. സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാനാണ് നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തത്. അതാണ് സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചർ. പിന്നെ എന്തുണ്ട്, സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ ഉണ്ട്. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് അല്ല വാങ്ങിക്കുന്നത്, ഇൻഡെക്സ് ആണ് വാങ്ങിക്കുന്നത്. നിഫ്റ്റി ആണ് നമ്മളെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ്, NSEയുടെ ഇൻഡെക്സ് നിഫ്റ്റി. നിഫ്റ്റി നിങ്ങൾക്ക് വാങ്ങിക്കാം. സർ എങ്ങനെ വാങ്ങിക്കാം? നിഫ്റ്റി ഇപ്പോൾ 7500 ആണെങ്കിൽ ഇതിനൊരു പ്രൈസ് ഉണ്ടാവും, ഇത് വാങ്ങിക്കും. നിഫ്റ്റി ഇൻഡെക്സ് 9000 ആവുന്നു അല്ലെങ്കിൽ 8000 ആവുന്നു, നമ്മളത് വിൽക്കും, അതിനൊരു പ്രൈസ് ഉണ്ട്, നമുക്കൊരു ലാഭം കിട്ടും. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടോ സർ? ഉണ്ടെന്നേ. നിഫ്റ്റി നമ്മൾ ആ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് കൂടുന്നതും കുറയുന്നതും വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കറൻസി ഫ്യൂച്ചർ. കറൻസി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻസി ആണ്, അത് റെഗുലേറ്റ് ചെയ്യുന്ന MCX SX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഇതൊക്കെ ഷെയറുമായി ബന്ധപ്പെട്ടതാണ്. കമ്മോഡിറ്റീസും അതേപോലെ തന്നെ കറൻസിയും റെഗുലേറ്റ് ചെയ്യുന്നത് BSE അല്ല, NSE അല്ല, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അല്ല, MCX SX ആണ്. SX സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, MCX സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ കുറച്ച് കറൻസീസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, തിയറി ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. യൂറോ, ഇന്ത്യൻ റുപ്പി, US INR, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്, INR, ജാപ്പാനീസ് യെൻ ടു INR, ഈ കറൻസി ഫ്യൂച്ചേഴ്സ് ഒക്കെയാണ് ഇന്ത്യയിൽ വളരെ ഇതായിട്ട് ഫോളോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കറൻസി നമ്മൾ വാങ്ങിക്കുന്നു, നമുക്ക് പഠിക്കാൻ കേട്ടോ കറൻസി ഫ്യൂച്ചർ ഒക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റും ഫിക്സഡ് ഇൻട്രസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് NSE. ഇത് NSE ആണ്. സർ ഇതൊക്കെ റിപ്പീറ്റേഷൻ ആണല്ലോ സർ, പിന്നെന്താ സർ 2 തവണ പറയുന്നത്? അവിടെ ബേസിക്കാ പറഞ്ഞത്, ഇവിടെ എന്ത് പറഞ്ഞു? ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിലും അവൈലബിൾ ആണ്. കമ്മ്യൂണിറ്റീസിന് ഫ്യൂച്ചർ ഉണ്ട്, സ്റ്റോക്കിന് ഫ്യൂച്ചർ ഉണ്ട്, ഇൻഡെക്സിന് ഫ്യൂച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിന് ഫ്യൂച്ചർ ഉണ്ട്. ഇതൊക്കെ റിപ്പീറ്റേഷൻ ആണ്, അത് ഫ്യൂച്ചർ ഉണ്ട്. കാരണം ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഇല്ലാതെ, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് വേറെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് ആണ്. വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ബ്രേക്ക് എടുത്തോളൂ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ. പിന്നീട് നമ്മൾ വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് പഠിച്ച് അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പൊ ഇന്ന് ഈ പ്രോബ്ലംസ് കൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്കിന് ശേഷം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഈ ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബ്രേക്കിന് ശേഷം. വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇനി ഫോർമുലാസും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വാല്യുവേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് 1. The first one, എന്താണ് സ്പോട്ട് പ്രൈസ്? നിങ്ങൾക്ക് തന്നെ അറിയാം സ്പോട്ട് പ്രൈസ് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ അറിയാം. സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ പ്രൈസിനെ വിളിക്കുന്ന പേരാണ് സ്പോട്ട് പ്രൈസ്. കറന്റ് മാർക്കറ്റിലുള്ള പ്രൈസ് ആണ് സ്പോട്ട് പ്രൈസ്. പിന്നെ ഇവിടെ ബേസിസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. എന്താ ഈ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബേസിസ്. പിന്നെ ഫ്യൂച്ചർ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫ്യൂച്ചർ പ്രൈസ്, സ്പോട്ട് പ്രൈസ്, ഞാൻ ഇതാണ് പറയുന്നത്, സ്പോട്ട് പ്രൈസ്
ഇൻറ്റു ഇ റേസ് ടു ആർ ടി ഉണ്ട്. അതിന് പകരം സ്പോട്ട് പ്രൈസ് ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു ഇത് ടി ആണ്, ടി പ്ലസ് സ്റ്റോറേജ് കോസ്റ്റ് ആണ്. അതല്ല ഇനി ഇങ്ങനെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർവേഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കോസ്റ്റ് ഓഫ് ക്യാരി എന്താണെന്ന്, പ്ലസ് റിസ്ക് പ്രീമിയം. റിസ്ക് പ്രീമിയം നിങ്ങൾക്ക് അറിയാം ആർ പി മൈനസ് ആർ എഫ് ആണ്. ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് ഫ്യൂച്ചർ there might be returns in the form of dividend. അങ്ങനെ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് റിട്ടേൺ ആണ്, മൈനസ് ഡിവിഡൻഡ് ആണ്. അത് തന്നെയാണ് നമ്മൾ നേരത്തെയും പഠിച്ചത് ഫോർവേഡിൽ. ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കുറയ്ക്കണം, ഇവിടെ തന്നെയാണ്. ഇൻ കേസ് ഓഫ് ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ കോൺട്രാക്ട് കോസ്റ്റ് ഓഫ് ക്യാരി ഈസ് പ്രൈമർലി ഇൻട്രസ്റ്റ് ചാർജ്. നോക്കണ്ട. ഇനി തിയററ്റിക്കൽ പ്രൈസ് ഓർ ഫ്യൂച്ചർ പ്രൈസ്, ഇനി ഇങ്ങനെയൊന്നും കഷ്ടപ്പെടണ്ട. തിയററ്റിക്കൽ പ്രൈസ് ഓർ ഫ്യൂച്ചർ പ്രൈസ് നിങ്ങൾക്ക് എങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി എന്ന് പറഞ്ഞ ഫോർമുലയിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഈ പറയുന്ന ഫോർമുലാസ് ഒക്കെ ഒന്ന് നിങ്ങൾ വായിക്കൂ. ഒരു മിനിറ്റ് ഞാൻ സമയം തരാം, ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഓക്കെ, വായിച്ചോ. നെക്സ്റ്റ് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്താന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രൈസിംഗ് ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഷെയർസ് ഓഫ് AB Limited are being traded at rupees 600 in the spot market. Risk-free rate interest rate is 9% per annum. The 3-month future contract is selling at 630 in a lot size of 500. കണ്ടോ, ഇത് ഫ്യൂച്ചറാ. ഫ്യൂച്ചറിൽ സൈസ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. കോൺട്രാക്ട് ഷെയർ എക്സ്ചേഞ്ച് വരുന്നതുകൊണ്ട്. കമ്പനി ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു പേ ഡിവിഡൻഡ് ഫോർ 3 months. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് ഇല്ല, അപ്പൊ മൈനസ് ഡിവിഡൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സജസ്റ്റ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ or develop an arbitrage opportunity if any in this trade. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇഫ് 3 month ഫ്യൂച്ചർ കോൺട്രാക്ട് റേറ്റ് ഇസ് 600, വാട്ട് വിൽ ബി ദ സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എന്താണ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബൈ ചെയ്യണോ എന്നിട്ട് സെല്ല് ചെയ്യണോ ഫ്യൂച്ചറിൽ, അതോ ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ ഷെയർ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ സെല്ല് ചെയ്തിട്ട് ആ റിസ്ക് ഒഴിവാക്കണോ? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ? അപ്പൊ അതാണ് ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യം അറിയണം. ഒന്ന്, എന്താണ് ഫ്യൂച്ചർ പ്രൈസ് അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന്റെ പ്രൈസ് എന്താന്നുള്ളത് അറിയണം. രണ്ടാമത്തത് നമുക്ക് എന്തറിയണം? തിയററ്റിക്കൽ പ്രൈസ് എത്രയെന്ന് അറിയണം. അപ്പൊ നമുക്ക് തിയററ്റിക്കൽ പ്രൈസ് എത്രയെന്ന് അറിയണം. അപ്പൊ ഞാൻ ഈ തിയററ്റിക്കൽ പ്രൈസ് 2 രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു തരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ടില്ല. അപ്പൊ തിയററ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. സെക്ഷൻ ഡി ആക്ച്വലി ഈസി ആണ്, കുറെ കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആണ്. തിയററ്റിക്കൽ പ്രൈസ്, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഫോർമുല എടുത്താൽ മതി. ഫോർവേഡിൽ പഠിച്ച അതേ ഫോർമുല തന്നെയാണ് ഇവിടെ ഉള്ളത്. സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി. അപ്പൊ സ്പോട്ട് റേറ്റ് എത്രയെന്ന് അറിയണം. ഇപ്പൊ എത്ര റേറ്റ്? സ്പോട്ടിൽ റേറ്റ് ഇപ്പൊ ഷെയർസ് എത്രയിലാണ് ട്രേഡ് ചെയ്യുന്നത്? 600 ഇൻറ്റു ഇ റേസ് ടു ആർ ടി. നമ്മുടെ ഫോർവേഡ് കോൺട്രാക്ട് റിസ്ക് ഫ്രീ റിട്ടേൺ 9% ആർ ഇൻറ്റു ടി. എത്ര കോൺട്രാക്ട്? 3 month ആണ് ഫ്യൂച്ചർ കോൺട്രാക്ട്, 3/12. സോ ദിസ് ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു ഇ റേസ് ടു 0.09 ഇൻറ്റു 3/12.25. സോ ഇവിടെയൊക്കെ സെയിം മിസ്റ്റേക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ
എന്താ പറയാ ഇ റേസ് ടുന്റെ വാല്യൂ തന്നിട്ടില്ല. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഇ റേസ് ടു വാല്യൂ കുറെ എണ്ണം സെപ്പറേറ്റ് ആയിട്ട് തരാറ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് ചെയ്യാത്തത്. അപ്പോൾ ഇ റേസ് ടുന്റെ ഒരു പ്രശ്നവും പേടിക്കണ്ട, ഇ റേസ് ടുന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും എക്സാമിനേഷൻ കേട്ടോ, പേടിക്കണ്ട. അപ്പൊ 600 ഇൻറ്റു ഇ റേസ് ടു 0.0225ന്റെ വാല്യൂ 1.022755 ആണ്. ആ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ആണ് അതേപോലെ എടുത്തത്. അപ്പൊ 600 ഇൻറ്റു 1.022755 ഈക്വൽ ടു 613.653. ഇനി ഇൻ കേസ് ഈയുടെ വാല്യൂ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ഫോർവേഡിൽ പഠിച്ച അതേ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഫോർവേഡ് പഠിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്യൂച്ചറും ആയി. പ്രോബ്ലം ആംഗിളിൽ ഫോർവേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഫ്യൂച്ചർ ആയി. കാരണം ഫോർവേഡും ഫ്യൂച്ചറും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാന്നേ. മെയിൻ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ഷെയർ മാർക്കറ്റിലൂടെ അല്ല, ഷെയർ എക്സ്ചേഞ്ച് റെഗുലേറ്റഡ് അല്ല. ഫ്യൂച്ചർ ഷെയർ എക്സ്ചേഞ്ചിൽ റെഗുലേറ്റഡ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ മാർജിൻ മാർക്ക് ടു മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് തിയറി ഉണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് സ്പോട്ട് റേറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കോസ്റ്റ് ഓഫ് ക്യാരി. സോ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 600 ആണ്, പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് ഈ 600 9% ഇൻട്രസ്റ്റ് റേറ്റിൽ 3 മാസത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എത്രയാണ്? സോ 600 പ്ലസ് ഈ 600 9% ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് 54 ഇൻട്രസ്റ്റ് കിട്ടും റിസ്ക് ഫ്രീ റിട്ടേണിൽ. പക്ഷെ അത് ഫുൾ ഇയറിനാണ്, നമുക്ക് 3/12 ഉള്ളൂ. സോ 13.5. So this is equal to 613.5. 613.5. അപ്പുറത്ത് 613.653. ചെറിയ വ്യത്യാസം സ്വാഭാവികമാണ്, ആ ഇ റേസ് ടുയുടെ വാല്യൂവിൽ വരുന്ന ചെറിയ വ്യത്യാസം. അപ്പൊ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 613.5. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നു ഫ്യൂച്ചറിന്റെ പ്രൈസ്, ഫോർവേഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ പ്രൈസ് 3 month. അവിടെ നമ്മൾ 3 month ഫോർവേഡ് എന്ന് പറഞ്ഞു, ഇവിടെ 3 monthന്റെ ഫ്യൂച്ചറിന്റെ പ്രൈസ് തന്നിട്ടുണ്ടോ? യെസ്, എക്സാക്ട്ലി. ഇപ്പൊ 3 monthന്റെ ഫ്യൂച്ചർ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് 630 ആണ്. 630ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഈ 3 monthന്റെ ഫ്യൂച്ചറിന്റെ തിയററ്റിക്കൽ ഫ്യൂച്ചർ വാല്യൂ, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് 61.31.5 അല്ലെങ്കിൽ 65. ഓക്കെ, അപ്പോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ, എന്താണ് ചെയ്യേണ്ടത്? ഞാനിത് ബൈ ചെയ്യണോ? ഈ ഫ്യൂച്ചർ 3 monthന്റെ ഫ്യൂച്ചർ ബൈ ചെയ്യണോ? അതോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇത് സെല്ല് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ബൈ ചെയ്യണോ സെല് ചെയ്യണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ബൈ ചെയ്യണോ സെല് ചെയ്യണോ? യെസ്, എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യണം. എന്താ നമ്മൾ സെല്ല് ചെയ്യുന്നത്? ഫ്യൂച്ചർ സെല്ല് ചെയ്യുക, അല്ലെ? സെല്ല് ചെയ്യുക. എന്തുകൊണ്ടാണ് സെല്ല് ചെയ്യണം എന്ന് പറയുന്നത്? നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇപ്പൊ ഹോൾഡേ ചെയ്യരുത്, എത്രയും പെട്ടെന്ന് വിൽക്കുക. എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് വിൽക്കുന്നേ? ഇപ്പൊ വിറ്റ് കഴിഞ്ഞാൽ 630ക്ക് വിൽക്കാം. നിങ്ങളൊരു 3 മാസം കാത്തു നിന്ന് കഴിഞ്ഞാൽ അത് 613 വിൽക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സെൽ ഫ്യൂച്ചർ. സെൽ ഫ്യൂച്ചർ. അപ്പൊ സെൽ ഫ്യൂച്ചർ ആകുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്? സ്പോട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? സ്പോട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓപ്പോസിറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് എന്താന്ന് മനസ്സിലാക്കണ്ട, പിന്നീട് ഞാനിത് പറഞ്ഞു തരാം. ഇപ്പൊ ഒരു കാര്യം ചെയ്യുക, ഫ്യൂച്ചറിലും ഫോർവേഡിലും എന്താണോ ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്പോട്ടിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് ഹെഡ്ജിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരും. ഇപ്പൊ ഇത് മനസ്സിലാക്കുക, ഫോർവേഡിൽ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്പോട്ട് മാർക്കറ്റിൽ ചെയ്യേണ്ടത്. അപ്പൊ എന്താ സ്പോട്ട് മാർക്കറ്റ്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഹെഡ്ജിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, ഒരു ടോപ്പിക് ഞാൻ എടുക്കും ആ സമയത്ത്. അപ്പൊ അടുത്ത ചാപ്റ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചർ. അടുത്ത ചാപ്റ്റർ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ബേസിക്സ് ഓർത്ത് വെക്കുക. ഓക്കെ.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവുന്നത്. ഇഫ് 3-month ഫ്യൂച്ചർ കോൺട്രാക്ട് റേറ്റ് 600, വാട്ട് വിൽ ബി ദ സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ? അപ്പൊ നമ്മൾ ചോദിക്കുന്നത് 3-month കോൺട്രാക്ട് പ്രൈസ് 600 ആണെങ്കിൽ 3-month കോൺട്രാക്ട് പ്രൈസ് 600. അപ്പൊ ഇവിടെ കളർ ഞാൻ മാറ്റുന്നു. 3-month കോൺട്രാക്ട് 600 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എത്രയാ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 613.5 ആണ്. 613.5 ആണ്. അപ്പൊ 61.35 ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ? ഫ്യൂച്ചർ ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ബൈ ചെയ്യണം എന്ന് പറയുന്നത്? ഇപ്പൊ റൈറ്റ് നൗ ഇത് 600-ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസിൽ എത്തിയേ പറ്റൂ. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എത്രയാ? 6135 ആണ്. അപ്പൊ 600 ആണെങ്കിൽ, 600-ന്റെ കേസിലാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബൈ ഫ്യൂച്ചർ ആണ്. 600-ന്റെ കേസിൽ ബൈ ഫ്യൂച്ചർ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ബൈ ഫ്യൂച്ചറാ പറയുന്നത്, ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറയുന്നു. ഇപ്പൊ ഫ്യൂച്ചർ ബൈ ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? സെൽ സ്പോട്ട് മാർക്കറ്റ്. ഇപ്പോൾ ചെറിയ ഡൗട്ട് ഉണ്ടാവും സ്റ്റുഡൻസിന്. സർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ ഇങ്ങനെ തല ചൊറിയുന്നുണ്ടാവും. ഫേസ് ടു ഫേസ് ക്ലാസ് ആയിരുന്നെങ്കിൽ തല ചൊറിയുന്നുണ്ടാവും. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ ചെറിയൊരു അല്ലറ കടി. ചില സ്റ്റുഡൻസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എന്താ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്? 630 6131, 600 613, എന്തൊക്കെയാണ് ഈ സാറ് പറയുന്നത്? അപ്പോ എന്താണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺട്രാക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ കാര്യം. ഫ്യൂച്ചർ എന്ന് പറയുന്ന കോൺട്രാക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് വാങ്ങിക്കാം? 1 മന്തിന്റെ ഫ്യൂച്ചർ വാങ്ങിക്കാം, 2 മന്തിന്റെ ഫ്യൂച്ചർ വാങ്ങിക്കാം, 3 മന്തിന്റെ ഫ്യൂച്ചർ വാങ്ങിക്കാം, 4 മന്തിന്റെ ഫ്യൂച്ചർ വാങ്ങിക്കാം. എത്ര മന്തിന്റെ ഫ്യൂച്ചർ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. എവിടുന്ന് വാങ്ങിക്കാം? ഷെയർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. ഷെയർ വാങ്ങിക്കുന്നത് പോലെ നമുക്ക് ഫ്യൂച്ചർ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ 3-month ഫ്യൂച്ചർ പ്രൈസ് ഉണ്ടല്ലോ, ഈ 630 എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് ആണ് 630 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ ഈ 3 മന്തിന്റെ ഫ്യൂച്ചർ വാങ്ങിച്ചു 630. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ച പ്രൈസ് ആണ് 630ക്ക് നിങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഫ്യൂച്ചർ 3 മന്തിന്റെ ഫ്യൂച്ചറാ. 3 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിന്റെ മുമ്പ് വിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, പക്ഷെ ഞാൻ 3 മാസം വെയിറ്റ് ചെയ്യണം എന്നുള്ള ആംഗിളിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഉണ്ടാവുന്നത്. ആ 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഫ്യൂച്ചറിൽ വരുന്ന പ്രൈസ് എത്രയാ? അതാണ് ഈ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്. എത്ര പ്രൈസ് എന്ന് പറയുന്നത്? എന്താ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ, എന്താ ഈ ഫ്യൂച്ചർ? ഞാൻ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്, കാരണം പിള്ളേർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ ഉള്ളിലുള്ള ടെക്നിക്കൽ ആസ്പെക്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ ഞാൻ ഈ 3 മന്തിന്റെ ഫ്യൂച്ചർ വാങ്ങിച്ചു. ഓക്കെ, എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ആൻസർ ചെയ്യണേ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ. എന്താ നിങ്ങളുടെ ആൻസർ? യെസ് ആണ്. അപ്പോ എന്താണ് ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ, ഇതൊരു പീസ് ഓഫ് പേപ്പർ ആണ്. ഓക്കെ, ഈ പീസ് ഓഫ് പേപ്പർ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു അണ്ടർലൈങ് അസറ്റ് ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 630 എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് പേപ്പർ ആണ് അല്ലെ? ഈ 630 എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് പേപ്പർ ആണ്. ആ പീസ് ഓഫ് പേപ്പർ ഒരു കോൺട്രാക്റ്റ് ആണ്, അതിന്റെ വാല്യൂ ആണ് 630. പക്ഷെ ഈ പീസ് ഓഫ് പേപ്പറിൽ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. അടുത്ത ക്ലാസ്സിനോട് വേണ്ടിയിട്ടുള്ള ബേസ് ആണ് ഇടുന്നത്. ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. എന്താ അണ്ടർലൈങ് അസറ്റ്? ഇതിലൊരു ഷെയർ ഉണ്ട്. ഒരു ഷെയർ ഉണ്ട്. സർ മനസ്സിലായില്ല. ഈ എന്താ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഞാൻ ഒരു 3 മാസം കഴിഞ്ഞിട്ട് വാങ്ങിച്ചോളാം കേട്ടോ. ആഹാ, സർ ഇപ്പൊ മനസ്സിലായി. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 630 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ എന്താ? ഐ വിൽ ബൈ.
ഐ വിൽ ബൈ, അല്ലെങ്കിൽ ചിലപ്പോൾ സെൽ ആവാം. ഐ വിൽ ബൈ ഓർ സെൽ ഇത്ര നമ്പർ. അപ്പൊ ഇവിടെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഫ്യൂച്ചറിൽ നമ്മളോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? 500 ആണ് ഷെയർസ്. ഓക്കെ, ഐ വിൽ ബൈ, നമ്മൾ എന്താ പറയുന്നത്? ഐ വിൽ ബൈ ഓർ സെൽ 500 ഷെയർസ്. ഓക്കെ, ആരുടെ ഷെയർസ്? ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ കമ്പനി. ഏതാ കമ്പനി? ഷെയർസ് ഓഫ് എ ബി ലിമിറ്റഡ്. ഐ വിൽ ബൈ ഓർ സെൽ 500 ഷെയർസ് ഓഫ് എ ബി ലിമിറ്റഡ്. ഓക്കെ, എത്ര പ്രൈസില്? എന്ന്? ആഫ്റ്റർ 3 months. ആഹാ, ഓക്കെ, ഫ്യൂച്ചർ പീരിയഡ്. എത്ര പ്രൈസില്? അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. എത്രയാ പ്രൈസ്? 630. എത്രയാ പ്രൈസ്? 630. ഇനി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, അറ്റ് എ പ്രൈസ് ഓഫ് 630. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയോ? ഇപ്പൊ ഇതാണ് ഈ പറയുന്ന കോൺട്രാക്ട്, ഈ പറയുന്ന ഫ്യൂച്ചർ. ഒരു പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ എഴുതി 500 ഷെയർ 3 മാസം കഴിഞ്ഞിട്ട് 630 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ, അങ്ങനെ ഒരു കോൺട്രാക്ട് ആരോ എന്തോ എപ്പോഴോ എഴുതി വെച്ചിട്ടുണ്ട്. ആ കോൺട്രാക്ട് ഷെയർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോൺട്രാക്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്നേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺട്രാക്ട് നമുക്ക് ബൈ ചെയ്യാം. അപ്പൊ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ സാധനം നമ്മുടെ അടുത്താ, അല്ലെ? ഈ പീസ് ഓഫ് പേപ്പർ നമ്മുടെ അടുത്താ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആയി. നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ CMA ഇന്റർമീഡിയറ്റില്. ഇത് ഇങ്ങനെ എൻഡോസ് ചെയ്ത് അങ്ങനെ എൻഡോസ് ചെയ്ത് പോവും. അതേപോലെ തന്നെയാണ് ഇത്. എൻഡോസ് ചെയ്യുന്നതിന് പകരം ഷെയർ മാർക്കറ്റിൽ പോയി ഒരാൾ വാങ്ങിക്കുന്നു, അടുത്ത ആൾ വാങ്ങിക്കുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ എന്ത് പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റിൽ പറഞ്ഞ കളികൾ. എഗ്രിമെന്റ് വാങ്ങിക്കുന്നു, അത് അങ്ങനെ മറിച്ചു പോകുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ ബൈ ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പോലെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ഇപ്പൊ ഈ സാധനം ഉള്ളത്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ സെല്ല് വിട്ടുന്നു. ഐ വിൽ ബൈ 500 ഷെയർസ് ഓഫ് എ ബി ലിമിറ്റഡ് ആഫ്റ്റർ 3 months at ₹630. ഇതാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്താ ചെയ്തത്? ഇത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതിനൊരു പ്രൈസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കി. നിങ്ങൾ എന്താ ചെയ്തു നോക്കിയേ? ഈ ഷെയറിന്റെ പ്രൈസ് ഉണ്ടല്ലോ, 3 മാസം കഴിയുമ്പോൾ എത്ര ആയിരിക്കും എന്ന് കൂട്ടി നോക്കി, ഒരു ഏകദേശ കണക്ക്. അപ്പൊ നിങ്ങളിങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കി. എന്താ ചെയ്തു നോക്കി? നിങ്ങൾ ഈ ഷെയറിന് ഇപ്പൊ എത്രയാണ് മാർക്കറ്റിലെ പ്രൈസ് എന്ന് നോക്കി. ഈ ഷെയറിൽ ഇപ്പൊ എത്രയാണ് മാർക്കറ്റിലെ പ്രൈസ്? 600 ആണ്. ഈ ഷെയറിന് ഇപ്പൊ മാർക്കറ്റിലെ പ്രൈസ് 600 ആണ്. അപ്പൊ ഇപ്പൊ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 600 രൂപ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പ്ലസ് നമ്മൾ 3 മാസം കഴിയുമ്പോൾ നമ്മൾ മിനിമം എന്ത് പ്രതീക്ഷിക്കും? നമുക്ക് റിസ്ക് ഫ്രീ റിട്ടേൺ എങ്കിലും തിരിച്ചു കിട്ടണ്ടേ? അപ്പൊ 600 രൂപയാണ് ഷെയറിന്റെ വാല്യൂ, റിസ്ക് ഫ്രീ റിട്ടേൺ എങ്കിലും തിരിച്ചു കിട്ടണം. അപ്പൊ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത് 9% ആണ്. അത് ഒരു വർഷത്തേക്കാണ് ഇൻറ്റു 3/12. അപ്പൊ 600 + 15, സോറി, 1 നോട്ട് ക്ലോസ് ആയി പോയതാണ്. 600 + 15 നമ്മൾ നോക്കിയപ്പോ അയ്യേ, ഇതിന് എത്രയേ ഉള്ളൂ വാല്യൂ? മിനിമം 650ന്റെ വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ 613. എത്ര കിട്ടി വെച്ച് കഴിഞ്ഞാൽ അത്ര 613.5 വാല്യൂ ഉള്ളൂ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ അണ്ടർലൈങ് അസറ്റ് എന്താ? നമ്മുടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഷെയറാ, 600ന്റെ ഷെയർ. അപ്പൊ ഇത് വാങ്ങിച്ചോളാം എന്നാ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 മാസം കഴിയുമ്പോൾ 613.5 ആ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യോ? 3 മാസം കഴിഞ്ഞിട്ട് 630 രൂപയ്ക്ക് ഞാൻ ഷെയർ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യോ? യെസ് ഓർ നോ? ഒന്ന് പറഞ്ഞേ. 630 രൂപയ്ക്ക് ഞാൻ ഷെയർ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യോ? യെസ് ഓർ നോ? ആൻസർ ഈസ് നോ. കാരണം നിങ്ങൾ മണ്ടനല്ല, അല്ലെങ്കിൽ മണ്ടിയല്ല, നിങ്ങൾ എൻ്റർ ചെയ്യില്ല. എന്തുകൊണ്ടാ? 613.5 ഉള്ളൂ. നിങ്ങൾക്ക് അത് എവിടുന്ന് കിട്ടും? ഷെയർ മാർക്കറ്റിൽ 613 രൂപയ്ക്ക് കിട്ടും. കഷ്ടപ്പെട്ട് കോൺട്രാക്ട് 630 രൂപയ്ക്ക് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ എൻ്റർ ചെയ്യില്ല കോൺട്രാക്റ്റിൽ. അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യില്ല, ഈ ഫ്യൂച്ചർ നിങ്ങൾ ബൈ ചെയ്യില്ല. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഫ്യൂച്ചർ നിങ്ങൾ സെല്ല് ചെയ്തു. കൈവശം വെക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സെല്ല് ചെയ്യുക. 630 രൂപ വാങ്ങിക്കുക, ടാറ്റ ഗുഡ് ബൈ. പക്ഷേ ബുദ്ധിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും?
സ്പോട്ടിൽ വാങ്ങിച്ചു വെക്കും. അങ്ങനെ ഒരു കളിയുണ്ട്. അതാണ് നമ്മൾ ഹെഡ്ജിങ്ങിൽ പഠിക്കുക. ബുദ്ധിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? സ്പോട്ടിൽ ഇത് വാങ്ങിച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ 613.5 സ്പോട്ടിൽ വാങ്ങിച്ചു വെക്കും. സ്പോട്ടിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര രൂപക്ക് കിട്ടും ഒന്ന് പറഞ്ഞേ. സ്പോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ എത്ര രൂപക്ക് നിങ്ങൾക്ക് ഷെയർ കിട്ടുന്നേ? ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറയും. സ്പോട്ടിൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ, സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ആണ് കേട്ടോ. അതും കൂടി പറഞ്ഞിരുന്നു. സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്പോട്ട് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഷെയർ വാങ്ങിക്കണം. ഓക്കെ, അപ്പോ ഷെയർ വാങ്ങിച്ചു. എത്ര രൂപക്ക് വാങ്ങിക്കാം? നമുക്ക് 600 രൂപക്ക് ഷെയർ വാങ്ങിക്കാം അല്ലെ? 600 രൂപക്ക് ഷെയർ വാങ്ങിക്കാം. 600 റുപ്പീസിന് ഷെയർ വാങ്ങിക്കാം. സ്പോട്ടിൽ വാങ്ങിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫ്യൂച്ചറിൽ അത് വിൽക്കുക. അങ്ങനെ പറ്റുമോ? യെസ്, അങ്ങനെ പറ്റും. നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സ്പോട്ടിൽ വാങ്ങിച്ചു വെക്കുക 600 രൂപയ്ക്ക്. എന്നിട്ട് എന്ത് പറയാ? അതെ, എനിക്ക് 500 ഷെയർ ഉണ്ട് കേട്ടോ, ഇത് വിൽക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ 600 വാങ്ങിച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ പോയിട്ട്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കരുത്? ഭാവിയിൽ നിന്ന് വിചാരിക്കരുത് കേട്ടോ. ഫ്യൂച്ചർ മാർക്കറ്റ് ആണ്. 630 രൂപക്ക് വിൽക്കുക. നമുക്ക് അവിടെ 30 രൂപയ്ക്ക് ലാഭം കിട്ടി. അപ്പൊ ഇതാണ് ഈ പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഇത്രയൊന്നും ചിന്തിക്കേണ്ട. ഫ്യൂച്ചറിൽ നമ്മൾ സെല് ചെയ്യുന്നു ബൈ സ്പോട്ട് മാർക്കറ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ക്ലിയർ ആയോ? ഈ ഫ്യൂച്ചർ എന്താ, സ്പോട്ട് മാർക്കറ്റ് എന്താ, ബൈ ചെയ്യുന്നത് എന്താ, സെല്ല് ചെയ്യുന്നത് എന്താ എന്നുള്ളത് ക്ലിയർ ആയോ? അതിന്റെ ലോജിക്ക് ക്ലിയർ ആയോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്യണേ. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി ഇത് ആലോചിച്ചാൽ മതി. ഇത് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഈ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക. ഇങ്ങനെ ഒരു മാർക്കറ്റിലൊക്കെ കടന്ന് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കൂടുതൽ മനസ്സിലാവുക. ഇപ്പൊ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഡിസംബർ എക്സാമിനേഷനിൽ നിങ്ങൾ ആ റിമോട്ട് എക്സാം വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ സെന്റർ ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതി തീർക്കാൻ നോക്കൂ, പാസ്സാവാൻ നോക്കൂ. എന്നിട്ട് പൈസ ഒക്കെ കിട്ടിയിട്ട് CMA ജോലിയൊക്കെ കിട്ടിയിട്ട് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ കളഞ്ഞേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2. Calculate the price of 3-month ABC future. The face value of stock of ABC. കണ്ടോ, ABC ഫ്യൂച്ചർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ട്. ഏതാ? ABCയുടെ സ്റ്റോക്ക്. അതിന്റെ ഫേസ് വാല്യൂ തന്നിരിക്കുന്ന 10. നമ്മൾ ഇൻട്രസ്റ്റഡേ അല്ല, ഫേസ് വാല്യൂ നമുക്ക് ഒരു താല്പര്യമില്ല. ഇറ്റ് ഈസ് കോട്ടഡ് വാല്യൂസ് ₹41. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. സ്പോട്ട് മാർക്കറ്റിൽ 414 ഉണ്ട്. Future price of ABC stock on same date was available for ₹444 March 2018. എന്താ ഈ മാർച്ച് 2018 എന്ന് പറഞ്ഞാൽ? ഇത് ഇപ്പൊ സ്പോട്ടില് 414 ഫ്യൂച്ചറില് എത്ര ഫ്യൂച്ചറാ? 3 month, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 3 month ഫ്യൂച്ചറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 444 ആണ്. ബോറോയിങ് റേറ്റ് ഇസ് 20% പെർ ആനം. എന്ത് തന്നിട്ടുണ്ട്? റിസ്ക് ഫ്രീ റിട്ടേണിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 20% ആണ് ബോറോയിങ് റേറ്റ്. അതിലാ തരുന്നത്. റിസ്ക് ഫ്രീ റിട്ടേൺ തന്നു, RF അല്ലെങ്കിൽ 6 തന്നു. ഈ കേസിൽ നമ്മൾ 6 പറയാറ്. ആനുവൽ ഡിവിഡൻഡ് ഓൺ സ്റ്റോക്ക് പേയബിൾ ഓൺ 31st March 2018 is 30%. ഓക്കെ, അപ്പൊ മാർച്ച് 2018 ഒരു ഡിവിഡൻഡും കിട്ടും. അപ്പൊ ഇവിടെ എന്തുണ്ട്? വിത്ത് ഡിവിഡൻഡ് ആണ്. നമ്മൾ ഫോർവേഡ് ചെയ്ത അതേപോലെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ഡിവിഡൻഡും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിത്ത് ഡിവിഡൻഡും ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? കാൽക്കുലേറ്റ് പ്രൈസ് ഓഫ് 3 month ABC ഫ്യൂച്ചറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ ഈ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം എക്സാമിനർ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ലോഡ് കൂട്ടുകയാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായതിനു ശേഷം. ഓക്കെ, അപ്പൊ ആദ്യം തിയററ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. തിയററ്റിക്കൽ പ്രൈസ്. അപ്പോൾ തിയററ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് വിത്ത് എപ്പിൾസൺ വാല്യൂ ഉള്ളതും വിത്തൗട്ട് എപ്പിൾസൺ വാല്യൂ ഉള്ളതും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് രണ്ടും ചെറിയതായിട്ട് വ്യത്യാസം ഉണ്ടാവും.
ഓക്കെ, അപ്പൊ ഞാൻ ഫ്യൂച്ചർ പ്രൈസ് ഡിവിഡൻഡും കൂടി ഉള്ളത് കൊണ്ട് ഡിവിഡൻഡിന്റെ ആ ഫോർമുല യൂസ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ തിയറട്ടിക്കൽ ഫ്യൂച്ചർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫോർമുല യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ എന്ത് യൂസ് ചെയ്യരുത്, ഇ റേസ് ടു ആർ ടി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം അവിടെ നമ്മുടെ ഫോർമുലയിൽ ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നില്ല. പകരം നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കുറേ ഫോർമുല തന്നതിൽ ഒരു ഫോർമുല ഉണ്ട്. ഏതാ ഫോർമുല? സ്പോട്ട് റേറ്റിൽ ഇ റേസ് ടു ആർ ടി ആണ്, ഇവിടെ ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ ഡിവിഡൻഡ് കൺസിഡർ ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ഏതാ? In case of stock future, there might be returns in the form of dividend associated with stock. Future price equal to spot price plus cost of carry minus return. ആ ഫോർമുല യൂസ് ചെയ്യുന്നു കാരണം ഡിവിഡൻഡ് ഉള്ളത് കൊണ്ട്. ഫ്യൂച്ചർ ആയിരുന്നെങ്കിൽ, സോറി ഫോർവേഡ് ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ പ്രസന്റ് വാല്യൂ കുറയ്ക്കാമായിരുന്നു. ഇവിടെ ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ക്യാരി മൈനസ് റിട്ടേൺ ആണ്, ദാറ്റ് ഈസ് ഡിവിഡൻഡ് മൈനസ് ഡിവിഡൻഡ്. അപ്പോൾ സ്പോട്ട് പ്രൈസ് എത്രയാണ്? ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്, സ്പോട്ട് പ്രൈസ് എപ്പോഴും ഷെയറിന്റെ പ്രൈസ് ആയിരിക്കും. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ആണ്, 414. കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണ് നമുക്ക് കിട്ടുന്ന ആ റിസ്ക് ഫ്രീ റിട്ടേൺ ഇൻറ്റു 20% ഇൻറ്റു 3/12 മൈനസ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് 30% ആ പറയുന്നത്, 30%. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് നമ്മൾ ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫേസ് വാല്യൂ. അതിനാണ് ഫേസ് വാല്യൂ തന്നിരിക്കുന്നത് 10 ഇൻറ്റു 30%. സോ ദിസ് ഇസ് ഈക്വൽ ടു 414 പ്ലസ് 414 ഇൻറ്റു 20%. ഇത്രയെങ്കിലും നമുക്ക് എന്ത് കിട്ടണം? ഇൻട്രസ്റ്റ് കിട്ടണം. മിനിമം ഇത്ര റിട്ടേൺ വേണം. പക്ഷെ അതൊരു ഫുൾ ഇയറിന്റെ ആണ്. അപ്പോൾ ഇൻറ്റു 3/12 20.7 മൈനസ് 3. സോ ദിസ് ഇസ് ഈക്വൽ ടു 414 minus 3, that is equal to 431.7. 431.7. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കുന്നു? ഓക്കെ, നമ്മൾ ആദ്യം നോക്കേണ്ടത്, അപ്പോൾ നമ്മൾക്കിപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ആയി കാൽക്കുലേറ്റ് പ്രൈസ് ഓഫ് 3 month ABC ഫ്യൂച്ചർ. അത് ചെയ്തു. 431.7 എന്ന് കിട്ടി തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്. ഇനി ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് എന്തറിയണം? 3 month ഫ്യൂച്ചറിന്റെ പ്രൈസ് അറിയണം. ഇപ്പൊ എത്ര രൂപക്ക് നമുക്കിത് വാങ്ങിക്കാം ഈ ഫ്യൂച്ചർ? പിന്നെ നമ്മുടെ തിയററ്റിക്കൽ ഫ്യൂച്ചർ അറിയുന്നു. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് 431.7 ആണ്. ഈ 3 month ഫ്യൂച്ചർ ഇപ്പം മാർക്കറ്റിൽ എത്ര രൂപക്ക് അവൈലബിൾ ആണ്? അവൈലബിൾ അവർ പറയുന്നത് 414 ഫ്യൂച്ചർ പ്രൈസ് 444 ആണ്. 444 അവൈലബിൾ. അപ്പൊ നമ്മളോട് പറയുന്നത് 3 month ഫ്യൂച്ചർ 444 ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ചെയ്യേണ്ടത്? 3 month ഫ്യൂച്ചർ 444 ആണ് വാല്യൂ. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് 431.7 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പറയും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ചെയ്യേണ്ടത് 3 month ഫ്യൂച്ചർ നിങ്ങൾ ബൈ ചെയ്യൂ? ഇല്ല, ബൈ ചെയ്യില്ല. കാരണം നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? 444 ബൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വാല്യൂ എത്രയേ ഉള്ളൂ? 431.7 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ 440 വാങ്ങിക്കുന്നു, 431.7 കിട്ടുക. അപ്പൊ നമ്മളിത് ബൈ ചെയ്യരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സെല്ല് ചെയ്യണം. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റിയിൽ സെൽ ഫ്യൂച്ചർ ആണ്. സെൽ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബൈ സ്പോട്ട്. സ്പോട്ടിൽ ബൈ ചെയ്യുക. ഓക്കെ, ഇപ്പൊ സ്പോട്ടിൽ ബൈ ചെയ്യുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് എത്രയാണ് ലാഭം കിട്ടാൻ പോകുന്നത് എന്ന് നോക്കുന്നു. ഞാൻ നോക്കുന്നു.
അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? സ്പോട്ടിൽ ബൈ ചെയ്തു. സ്പോട്ടിൽ ബൈ ചെയ്തു. അപ്പൊ സ്പോട്ടിൽ ബൈ ചെയ്യുമ്പോൾ എത്രയാണ് നമ്മുടെ ക്യാഷ് വരുന്നത്? ക്യാഷ് വരുന്നത് നമ്മുടെ സ്പോട്ടിൽ ബൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ വരുന്നത് ഇപ്പൊ ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. സ്പോട്ടിൽ ബൈ ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ. എത്ര ക്യാഷ് ഔട്ട് ഫ്ലോ? നമ്മൾ ഈ ഷെയർ ഇപ്പൊ വാങ്ങിക്കുന്നു. ഷെയർ എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുക? ഇപ്പോഴത്തെ റേറ്റ് 414 ആണ്. ഇപ്പോഴത്തെ റേറ്റ് 414 വാങ്ങിക്കുന്നു. 414 വാങ്ങിക്കുന്നു. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, നമുക്ക് അവർ ബോറോയിങ് കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ ബോറോയിങ് കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസംഷൻ ഇതാണ്, നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്താ നമ്മുടെ അസംഷൻ? ഓൾവേസ് അസംഷൻ അതാണ്, നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 414 രൂപ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മളിത് കടം വാങ്ങിക്കും. അപ്പൊ എത്ര പെർസെൻറ്റേജിനാണ് കടം വാങ്ങിക്കുന്നത്? 20% ഇൻറ്റു 3/12. അപ്പൊ 414 ഇൻറ്റു 20% ഇൻറ്റു 3/12, 20.7. അപ്പൊ ഇവിടെ ഞാൻ ഗ്രീൻ ഇങ്കിൽ എഴുതുന്നുണ്ട്, കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അസംഷൻ എന്താണ്? എപ്പോഴും അസംഷൻ ബോറോയിങ് കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അസംഷൻ ഈസ് ദാറ്റ് വി വിൽ ബോറോ ആൻഡ് ഇൻവെസ്റ്റ്. നമ്മൾ ബോറോ ചെയ്യും, കടം വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, വി വിൽ ബോറോ ആൻഡ് ഇൻവെസ്റ്റ്. 20.7. അപ്പൊ നമ്മുടെ ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയായിരിക്കും? ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ 414 രൂപയും പിന്നെ എന്ത് വേണം? ഇൻട്രസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ടോട്ടൽ ക്യാഷ് ഔട്ട് ഫ്ലോ. ഇപ്പൊ ചിലർ ചോദിക്കും, സർ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരാ? ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ പോരാ, പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. പ്രിൻസിപ്പൽ എമൗണ്ട് 414 രൂപ വാങ്ങിച്ചു, പിന്നെ ഇൻട്രസ്റ്റും രണ്ടും ചേർത്തിട്ട്, സോ 20.7 ഈക്വൽ ടു 414 പ്ലസ് 20.7 ഈക്വൽ ടു 434.7. 434.7. ഓക്കെ. ഇനി അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ബൈ സ്പോട്ട് ആണ്. ബൈ സ്പോട്ട്. ഇപ്പൊ ഞാനിത് ഗ്രീൻ ഇങ്കിൽ കാണിക്കുന്നുണ്ട്. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബൈ സ്പോട്ട്. അതൊക്കെ ഞാൻ എന്ത് ഇൻക്രീസ് ചെയ്യാണ്? നിങ്ങളുടെ ലെവൽ ഇൻക്രീസ് ചെയ്യണം. ബൈ സ്പോട്ട്. നമ്മൾ എന്നിട്ട് എന്താ പറഞ്ഞേ? സെൽ ഫ്യൂച്ചർ. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യണം. ഓക്കെ, സെൽ ഫ്യൂച്ചർ. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത്, ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ എത്രയും നമുക്ക് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത്? 3 month ഫ്യൂച്ചറിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 444 ആണ്. അപ്പൊ ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യുമ്പോൾ 444 കിട്ടും. ഓക്കെ, 444 കിട്ടും. ഇത്രയും നമുക്ക് ഇൻഫ്ലോ കിട്ടി. ഇനി ഇത് കൂടാതെ ഫ്യൂച്ചർ ആണ് സെല്ല് ചെയ്യുന്നത്. ഇപ്പൊ ഫ്യൂച്ചർ സെല്ല് ചെയ്തപ്പോൾ 444 കിട്ടി. ഇത് കൂടാതെ നമുക്ക് ഒരു ഇൻകം കൂടി കിട്ടും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ ഇൻകം എന്നുള്ളത്? ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ എന്താ തീരുമാനിച്ചത്? ഷെയർ വാങ്ങിക്കാൻ. അപ്പൊ ഷെയർ വാങ്ങിച്ചു. ഈ ഷെയർ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടോ? ഉണ്ടെന്നേ. എന്താ ഇൻകം? നമ്മളിപ്പോ ഈ ഷെയർ നമ്മുടെ കയ്യിലുണ്ട്. യെസ്, ജസ്റ്റിൻ കറക്റ്റ് ആണ്. നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. 31 March 2018 30% ഡിവിഡൻഡ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഡിവിഡൻഡ് ഇൻകം വരുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് ഇതിന്റെ ഓണർ ആണ്, ഷെയർ ഹോൾഡർ ആണ്. ഡിവിഡൻഡ് ഇൻകം 3 ആണ് കിട്ടിയത്, 10 into 30%. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വന്നു? 447 ക്യാഷ് ഇൻഫ്ലോ വന്നു. ക്യാഷ് ഇൻഫ്ലോ വന്നു. Therefore, ആർബിട്രേജ് കളിക്കുന്ന ആൾക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് ബൈ ആർബിട്രേജ്. ആർബിട്രേജർ എന്താ പ്രോഫിറ്റ് കിട്ടിയ? ആൾക്ക് ഇൻഫ്ലോ 447ഉം ആളുടെ ഔട്ട്ഫ്ലോ ഇൻട്രസ്റ്റ് ഒക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 434 ഇതുമാണ്. അപ്പോൾ ആൾക്ക് എത്ര ഇൻകം കിട്ടി? 447 മൈനസ് 434.7 ഈക്വൽ ടു ഓൾമോസ്റ്റ് ഒരു 12.3 ഇൻകം കിട്ടി. 12.3യുടെ ഇൻകം കിട്ടി. എന്ത് ഇൻകം കിട്ടിയേ? പ്രോഫിറ്റ് ഏൺ ചെയ്തു. അപ്പൊ ഇവിടെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പ്രോഫിറ്റ്. ആർബിട്രേറ്റർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി. 12.3 ആണ് ഇയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ്. അപ്പൊ ഇതാണ് ആർബിട്രേജ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഗൂഡല്ലൂരത്തെ കേസ് പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത്. എന്താ ഗൂഡല്ലൂരത്തെ കേസ് ഞാൻ പറഞ്ഞത്? ഗൂഡല്ലൂരത്തെ കേസ് ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താ കേസ്? നിങ്ങൾ ഗൂഡല്ലൂർ പോയിട്ട് എന്ത് വാങ്ങിക്കും? ബട്ടർ ഫ്രൂട്ട് വാങ്ങിക്കും. എന്നിട്ട് എവിടെ വിൽക്കും? കേരള മാർക്കറ്റിൽ വിൽക്കും. പ്രൈസ് ലാഭം കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ചക്ക കളക്ട് ചെയ്തിട്ട് എവിടെ പോയിട്ട് വിൽക്കും? കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിൽക്കും. അപ്പൊ രണ്ടും മാർക്കറ്റാണ്. ഇവിടെ ഏതൊക്കെ രണ്ട് മാർക്കറ്റ്? ഒന്ന് സ്പോട്ട് മാർക്കറ്റ്. ഒന്ന് സ്പോട്ട് മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങിച്ചു, എന്നിട്ട് വേറൊരു മാർക്കറ്റിൽ വിൽക്കുകയാണ്, ഫ്യൂച്ചർ മാർക്കറ്റിൽ വിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് മാർക്കറ്റ് ഗൂഡല്ലൂർ ആണെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റ് കേരള മാർക്കറ്റാണ്. എന്താ വിൽക്കുന്നത്? ബട്ടർ ഫ്രൂട്ട്. എന്താ വിൽക്കുന്നത്? ABCയുടെ ഷെയർ. സോ സാധനം സെയിം ആണ്. ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം സെയിം ആണ്, അല്ലെങ്കിൽ ചക്ക എന്ന് പറയുന്ന സാധനം സെയിം ആണ്. ചക്ക മാങ്ങ എന്തെന്ന് മനസ്സിലാവാത്തവര് കഴിഞ്ഞ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ ഒന്ന് കേട്ടാൽ മതി. ഞാൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അപ്പൊ അത് കേട്ടാൽ മതി. ഇപ്പൊ നമ്മൾ ചക്കയാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ആണ്. ഇവിടെ ABCയുടെ ഷെയർ ആണ്. അത് എന്നിട്ട് നമ്മൾ ഗൂഡല്ലൂരും കേരള മാർക്കറ്റും അതേപോലെ തന്നെയാണ് ഇവിടെ സ്പോട്ടും ഫ്യൂച്ചറും. അപ്പൊ ഇവിടെ വാങ്ങിച്ച് അപ്പുറത്ത് വിൽക്കുന്നു. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? എസ് ഓർ നോ? നിങ്ങൾ എഴുതിയെടുത്തോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറയൂ. എസ് ഓർ നോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ? അതും കൂടി ഒന്ന് എസ് ഓർ നോ പറയണേ. എഴുതിയെടുത്ത് കഴിഞ്ഞോ? അല്ലെങ്കിൽ ഞാനത് യെസ് എഴുതിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്കൊരു 15 മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി പ്രാക്ടീസ് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ ഫ്യൂച്ചർ തീരും. പിന്നെ അതിലൊരു തിയറിയേ ഉള്ളൂ. ആ തിയറി നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ. എനിവേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളൊരു 4-5 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഇന്ന് എടുത്ത പോർഷൻസ് ഇത് സെയിം കാര്യം തന്നെയാണ്, മിനിമം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനും ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ നോക്കാനുമാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ന് നമ്മളിപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യണോ, അതോ നിങ്ങൾ ഇത് വീട്ടിൽ പോയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഇന്ന് ചെയ്ത ആർബിട്രേജിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് 2-3 തവണ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മതിയോ അടുത്ത ക്വസ്റ്റ്യൻ? അപ്പൊ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്ന് ടൈപ്പ് ചെയ്യൂ. കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. അതല്ല നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്നുകൂടി നോക്കി ഒന്ന് ശരിയാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്നാണെങ്കിൽ നോ. അപ്പൊ എന്താണ് ആൻസർ എങ്കിലും ടൈപ്പ് ചെയ്യൂ, യെസ് ഓർ നോ. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ യെസ്, വേണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യൂ ചാറ്റ് ബോക്സിൽ. യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യണേ. സോ ചെറിയൊരു യെസ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫൈൻ. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുന്നു. ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ഷെയർ പ്രൈസ് ഓഫ് ABC ലിമിറ്റഡ്. Current price per share 170. 6-month price per share in future market 190. It is possible to borrow money in the market for securities transaction at 12%. നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെ അസംഷൻ ആണ്. അത് ഇനി അവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. തന്നിട്ടില്ലെങ്കിലും നമുക്ക് ബോറോയിങ് കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അസംഷൻ ആണ്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കും, കടം പിടിച്ചിട്ട് വാങ്ങിച്ചിട്ട് അത് അപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞു 12%. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് തിയററ്റിക്കൽ മിനിമം പ്രൈസ് ഓഫ് 6 months ഫ്യൂച്ചർ കോൺട്രാക്ട്. ആൻഡ് രണ്ടാമത്തത് പറഞ്ഞത് എന്തായിരുന്നു? എക്സ്പ്ലെയിൻ ഇഫ് എനി ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ്. പിന്നെ ഇത് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ തിയററ്റിക്കൽ പ്രൈസ് ആണ്. ഇപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ആ E⁻⁴ ഫോർമുല യൂസ് ചെയ്യാം, കാരണം ഇവിടെ ഡിവിഡൻഡ് ഇല്ല. ഇപ്പൊ തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്, അപ്പോൾ ഈ തന്നിട്ടുണ്ടാവും കേട്ടോ. E⁻⁴ ഫോർമുല യൂസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഈ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടും ഞാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്പോട്ട് റേറ്റ് ഇൻറ്റു E⁻RT. സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ആണ്.
അപ്പൊ ഷെയറിന്റെ വാല്യൂ എത്രയാണ്? സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ്, സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ റേറ്റ് എത്രയാണ്? ഫ്യൂച്ചർ പോയിട്ട് നോക്കരുത്, ഷെയർ നോക്കുക. കറന്റ് പ്രൈസ് പെർ ഷെയർ, ഷെയറിന്റെ പ്രൈസ് തന്നിട്ടുണ്ട് 170. ABC ലിമിറ്റഡിന്റെ ഷെയർ ആണ് 170 ഇൻറ്റു ഇ റേസ് ടു ആറ്, എത്രയാ? ആറ് 12%. ടി എത്രയാ? 6 ആണ്, 6/12. So 170 into e raised to 0.12, 6/12 ചെയ്യുമ്പോൾ 0.5. 0.5. So this is equal to 170 into e raised to 0.06. 0.12 into 0.5 e raised to 0.06. Once again e raised to the value ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 170 into e raised to 0.06, 1.0618. So this is equal to 170 into 1.0618 equal to 180,506. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇത് തന്നിട്ടില്ലെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്. Theoretical future price equal to spot rate plus cost of carry. Spot rate plus cost of carry എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ്. So spot rate is 170 plus interest. ഈ 170 12% 6/12 ഇൻവെസ്റ്റ് ചെയ്താൽ ഈക്വൽ ടു മോർ ഓർ ലെസ് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. 170 12% പെർ ആനം, ഇത് 6 മന്ത്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കൊരു 10.2 കിട്ടും ഇൻട്രസ്റ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് 180.20, ചെറിയ വ്യത്യാസം, ചെറുതുണ്ടാവും. ആ ഇ റേസ് ടു വാല്യൂയുടെ വ്യത്യാസമാണ്, ബേസിക്കലി ചെറിയ പോയിന്റ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇനി ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ നോക്കണം. അതിനെന്തറിയണം? ഇപ്പൊ നമുക്ക് ഈ 6 മന്ത് ഫ്യൂച്ചർ എത്ര രൂപക്ക് വാങ്ങിക്കാം? ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നത്. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 6 മന്ത് ഫ്യൂച്ചറിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? ഫ്യൂച്ചർ മാർക്കറ്റിൽ പോയിട്ട് ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? അപ്പൊ ഫ്യൂച്ചർ മാർക്കറ്റിൽ നോക്കുന്നു. ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇപ്പൊ ഇതിന്റെ വാല്യൂ 190 ആണ്. ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ 190 ആണ്. നമ്മൾ ഈ 6 മന്തിന്റെ തിയററ്റിക്കൽ എക്സ്റൈറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തത് തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എത്രയാ? 180.2 ആണ്. അപ്പൊ ഇപ്പൊ ഇത് നമ്മൾ 6 മന്ത് ഫ്യൂച്ചർ മാർക്കറ്റിൽ പോയിട്ട് 190ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 6 മാസം കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ വെറും 180.2 ആ. ഇതിന്റെ വാല്യൂ വെറും 180.2 ആ. അപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്ത് പറയും? ഓക്കെ, അപ്പൊ ബൈ ചെയ്യരുത് കേട്ടോ. അപ്പൊ ബൈ ചെയ്യരുത്, കാരണം ബൈ ചെയ്താൽ 190ക്കാണ് നമ്മളിപ്പോ ബൈ ചെയ്യുന്നത്. ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നത് 180.2നായിരിക്കും. അപ്പൊ ഇപ്പൊ ബൈ ചെയ്യരുത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെൽ ഫ്യൂച്ചർ സെല്ല് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ സെല്ല് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത മാർക്കറ്റിൽ, കോയമ്പത്തൂർ മാർക്കറ്റിൽ ഇത് സെല്ല് ചെയ്യണം. എന്ത് ചെയ്യണം? കേരള മാർക്കറ്റിൽ നമ്മൾ ഇത് ബൈ ചെയ്യണം. ബൈ എന്താ കേരള മാർക്കറ്റ്? ബൈ സ്പോട്ട്. ബൈ സ്പോട്ടിൽ ബൈ ചെയ്യണം. അപ്പോൾ എത്രയാണ് പ്രോഫിറ്റ്? അപ്പൊ സ്പോട്ടിൽ ബൈ ചെയ്യുന്ന കാര്യം നോക്കുന്നു. ബൈ സ്പോട്ടിൽ നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പൊ സ്പോട്ടിൽ ബൈ ചെയ്യുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. സ്പോട്ടിൽ ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാം. അപ്പൊ എന്ത് നോക്കണം? ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ഇതിന്റെ പ്രൈസ് എത്രയാ? പ്രൈസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ 170 ആണ്. ഓക്കെ, ക്യാഷ് ഔട്ട്ഫ്ലോ 170. ഇനി നമ്മളോട് എന്ത് പറഞ്ഞു? ബോറോ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ബോറോ ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ ബോറോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വരും? ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് എത്ര ബോറോ ചെയ്യുന്നത്? 170 into 12% into 6/12. ഇത് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 10.2, ഓൾമോസ്റ്റ് 10.2. 170 into 12% into 6/12 10.2 ആണ്. 10.2 എന്ന് പറഞ്ഞാൽ പ്രൈസ് 180.2. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലപ്പോൾ ഈ വേർഡും ഇതും എടുക്കാറുണ്ട് കേട്ടോ. ഈ 180.506 അതെടുത്താലും കറക്റ്റ് തന്നെയാണ്. രണ്ടും ഫ്യൂച്ചറിലെ വാല്യൂ ആണ്. 180.2 എടുക്കാം, അല്ലെങ്കിൽ 180.5 എടുക്കാം. രണ്ടും ആൻസറിന് മാർക്ക് തരും. 180.2 ഓർ 180.5 എടുത്താലും മാർക്ക് തരും. അത് അതേപോലെ എടുക്കാം. ബൈ സ്പോട്ടിൽ ബൈ ചെയ്യാൻ നമുക്ക് ഇത്രയായി.
ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഡിവിഡൻഡ് ഒന്നുമില്ല, അപ്പോൾ ആ ഇൻകം ഒന്നും വരാൻ പോകുന്നില്ല. സെൽ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ സെൽ ചെയ്യുമ്പോൾ ഇപ്പൊ 6 monthsന്റെ ഫ്യൂച്ചറിന്റെ വാല്യൂ എത്രയാണ്? 190 ആണ്. 180 എടുക്കരുത്, 190. അപ്പൊ നമുക്ക് എത്ര ലാഭം കിട്ടും? സോ പ്രോഫിറ്റ് ഓൺ ആർബിട്രാജ് ഫ്യൂച്ചറിലെ പ്രൈസ് മൈനസ്, ഞാനൊരു ഫോർമുല ആക്കുകയാണെങ്കിൽ തിയററ്റിക്കൽ പ്രൈസ്. ഫോർമുലേൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആക്കുന്നു. 190 മൈനസ് 180.2 അല്ലെങ്കിൽ 180.5 ചെയ്യാം. രണ്ടിനും അവർ മാർക്ക് തരും. അപ്പോൾ 180.2 ആണെങ്കിൽ 190 മൈനസ് 180.2 ഈക്വൽ ടു 9.8, അല്ലെങ്കിൽ 190 മൈനസ് 180.5 സംതിങ് എടുക്കുകയാണെങ്കിൽ 9.5. ഏത് എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് തരും. സോ പ്രോഫിറ്റ് ആൾമോസ്റ്റ് 9.8 അല്ലെങ്കിൽ 180 സംതിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 9.5 ആയിരിക്കും പ്രോഫിറ്റ്. സോ ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് സെൽഫ് ഫ്യൂച്ചറും ബൈ ആയിട്ടുള്ള ഐറ്റംസും. അപ്പോൾ എന്ത് തീർന്നു? ആ ആർബിട്രേജ് എന്ന് പറയുന്ന കാര്യം തീർന്നു. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തിയറി ഉണ്ട്, ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട് ഡിസംബറിൽ ചോദിച്ചത്, ഡിസംബർ 2018 ചോദിച്ചതാണ്. അപ്പൊ അതും കൂടി ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് സ്ക്രിബിൾ ചെയ്ത് തരാം, മെയിൻ ആയിട്ടുള്ള ആൻസേഴ്സ് ഡിഫറൻസ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 കൂടി തീർന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെഡ്ജിങ് ആണ്. ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി ഈ ആർബിട്രേജ് പോലെ തന്നെയാണ് ആക്ച്വലി ഹെഡ്ജിങ്. ഒരൊറ്റ വ്യത്യാസം ഉള്ളത് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഹെഡ്ജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും. ഫ്യൂച്ചറിന്റെ ഹെഡ്ജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് അത് കുറച്ച് കൂടുതൽ ഉണ്ടാവും. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഈ ഹെഡ്ജിംഗ് എന്നാണ് കുറച്ചും കൂടിയൊക്കെ ചോദിക്കാറ്. ഓക്കെ, എനിവേ, അപ്പൊ നമ്മൾക്ക് ഇനിയുള്ളത് ആ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതൊന്ന് ഇതാക്കട്ടെ, ഞാൻ ഇറേസ് ചെയ്യട്ടെ. തിയറി ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ച് ചില തിയറി ഒന്നും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ തിയറിയിൽ ഉണ്ടാവില്ല, പർപ്പസ്ഫുള്ളി ഒമിറ്റ് ചെയ്താണ്. ആ തിയറിയും പ്ലസ് ഈ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച തിയറിയും കൂടി നോക്കുന്നു. സോ ഫസ്റ്റ്, കമ്പയർ കമ്മോഡിറ്റി ഫ്യൂച്ചർ ആൻഡ് ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ വിത്ത് റെസ്പെക്ട് ടു ഫോളോയിങ് ആസ്പെക്ട്. അപ്പോൾ എന്താ കമ്മോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്മോഡിറ്റി ആണ് സെല് ചെയ്യുന്നത്. പോർക്ക് ആവാം, കൗ ആവാം, അല്ലെങ്കിൽ ഗോൾഡ് ആവാം, അതാണ് നമ്മൾ സെല് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ ആണ്. അപ്പൊ ആദ്യം ചോദിക്കുന്നത് വാല്യുവേഷൻ എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യുവേഷൻ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഇപ്പൊ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവില്ല, കാരണം നമുക്ക് കമ്മോഡിറ്റി ഫ്യൂച്ചറും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണോ അതോ കമ്മോഡിറ്റി ഫ്യൂച്ചറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണോ ഈസി? കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞേ. പശുവിന്റെ, അതായത് ഈ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പശു എടുക്കുക. ഇപ്പോൾ ABC ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ABCയുടെ ഷെയറിന്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്. കമ്മ്യൂണിറ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു പശുവിനെ വാങ്ങിച്ചു, 3 മാസം കഴിഞ്ഞിട്ട് ഈ പശുവിന്റെ വാല്യൂ എത്രയാണ്. ഏത് കണ്ടുപിടിക്കാനാണ് ഈസി? ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ആണോ കമ്മ്യൂണിറ്റി ഫ്യൂച്ചർ ആണോ? ഫൈനാൻഷ്യൽ ആണെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ F എന്ന് ടൈപ്പ് ചെയ്യൂ, കമ്മ്യൂണിറ്റി ഫ്യൂച്ചർ ആണെങ്കിൽ C എന്ന് ടൈപ്പ് ചെയ്യൂ. ഏതാ? ഫൈനാൻഷ്യൽ ആണ് എളുപ്പം, കാരണം നമുക്ക് എന്ത് നോക്കാം, റിസ്ക് ഫ്രീ റിട്ടേൺ ഉണ്ട്, മിനിമം ഇതെങ്കിലും കിട്ടണം. പിന്നെ തിയറിറ്റിക്കൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ് ഒക്കെ അവൈലബിൾ ആണ്. ഡിവിഡൻഡ് എത്രയെന്നൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഈസിയാണ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന്റെ പ്രൈസ് വാല്യൂ ചെയ്യുന്നത് ഈസിയാണ്. കമ്മ്യൂണിറ്റി ഫ്യൂച്ചറിന്റെ വാല്യുവേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പശുവിന്റെ ഒന്നും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാം, പശു ചത്തുപോവും ചെയ്യാം, അല്ലെ? പശു ചത്തുപോവാം. ഒരു ആന്ത്രാക്സ് വന്നു കഴിഞ്ഞാൽ മതി. നമുക്ക് കൊറോണയാണ്, പശുവിന് ആന്ത്രാക്സ് ആണ്. ആ ആന്ത്രാക്സ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ പശു ചത്തുപോകും. അയ്യോ സർ ആന്ത്രാക്സ്, പശുവിന് നോർമൽ ആണ് ആന്ത്രാക്സ്. പശുവിന്റെ വൈറസ് ആണ് ആക്ച്വലി ആന്ത്രാക്സ്. ആ പശുവിടെ നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആന്ത്രാക്സ് ഭയങ്കര സംഭവമായിരുന്നു. ഈ പശുവിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയ വൈറസ് മനുഷ്യന്മാർക്ക് വൈറസ് അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതല്ലാതെ ബുദ്ധിമുട്ടാ.
ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വൈറസ് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ കാലിക്കറ്റിൽ കഴിഞ്ഞ അതിലുണ്ടായ നിപ്പ വൈറസ്, കുറച്ച് ആളുകൾ മരിച്ചു. നമ്മുടെ എവിടുന്നാ വരുന്നത്? നമ്മുടെ വവ്വാലിന്നാ വരുന്നത്, ബാറ്റ്, ആവലിന്ന്. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉള്ളതാണ്. നമ്മളൊക്കെ അന്ന് നിപ്പ വൈറസ് വന്ന സമയത്ത് കാലിക്കറ്റ് അങ്ങാടിയിലും ഇവൻ നമ്മൾ പോലും എന്ത് പേടിച്ചു? എന്ത് കഴിക്കാൻ പേടിച്ചു? മാങ്ങയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, മാങ്ങയുടെ ഒക്കെ സീസണാ, മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ആവൽ അല്ലെങ്കിൽ വവ്വാൽ അത് അത് കഴിച്ച മാങ്ങയൊന്നും നമ്മൾ കഴിക്കാതായി. പണ്ട് നമ്മളതൊക്കെ ഈസി ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചോദിച്ചാൽ മതി, അമ്മനോടും അമ്മൂമ്മനോടും ഒക്കെ. അവര് പെറുക്കി എടുത്തിട്ട് ആ ആവല് കഴിച്ച ഭാഗം ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് മാത്രം നമ്മൾ പേടിച്ചു. ഇതൊക്കെ നോർമലി ഉള്ളതാണ്. പക്ഷെ പശുവിനൊക്കെ നോർമലി ഉള്ളതാണ്. മനുഷ്യന്മാർക്ക് വളരെ റെയർ ആയിട്ടാണ് ആന്ത്രാക്സ് ഒക്കെ പശുവിന് ഡയറക്റ്റ് ആയിട്ട് വരുള്ളൂ. നിപ്പി അങ്ങനെ തന്നെ. അപ്പോൾ ആന്ത്രാക്സ് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട. അപ്പോൾ ഈ പശുവിനുള്ള വൈറസ്, കാരണം നമ്മളിപ്പോ കൊറോണ വൈറസിന്റെ കാലം ആയതുകൊണ്ട് വൈറസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ബോധം കെടുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ പശുവിനൊക്കെ ജീവിയാണ്, എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോവാം. നമുക്ക് എക്സാക്ട് ആയിട്ട് അതിന്റെ വാല്യൂ ഒന്നും പറയാൻ പറ്റില്ല. കമ്പനി ഒന്നും എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോകുന്നില്ല. അത്ര പെട്ടെന്നൊന്നും കമ്പനി പൂട്ടൊന്നുമില്ല. അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ തരും. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ ഈസി ആണ് അതിന്റെ വാല്യുവേഷൻ. കമ്മ്യൂണിറ്റി ഫീച്ചറിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് വാല്യൂ. നെക്സ്റ്റ് ഡെലിവറി ആൻഡ് സെറ്റിൽമെന്റ്. എന്താ ഡെലിവറി ആൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂച്ചർ നമ്മൾ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിറ്റീസിന്റെയും ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന്റെയും ഡെലിവറി, ഇപ്പൊ ഇവിടെ ഡെലിവറിയുടെ കാര്യത്തിലും എന്തെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഒരു അസറ്റ് ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, അല്ലെ? ഒരു അസറ്റ് ആണ്. കാരണം നമ്മൾ പറയുന്നത്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 500 ഷെയർ ABCയുടെ ഞാൻ വാങ്ങിച്ചോളാം 3 മാസം കഴിഞ്ഞിട്ട്. ഓക്കെ, ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അപ്പുറത്തെ ആള് പറയുന്നത് എന്താ? ഓക്കെ, ഞാൻ അത് സെല്ല് ചെയ്തോളാം 500 രൂപയുടേത്. അപ്പൊ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്താ ഡെലിവറി ചെയ്യുന്നത്? ഒരു ഷെയർ ആണ് ആക്ച്വലി ഡെലിവറി ചെയ്യുന്നത്. ഒരു ഷെയർ ആണ് നമ്മൾ വാങ്ങിക്കുന്നത് ഫ്യൂച്ചർ ഡേറ്റിൽ, അല്ലെങ്കിൽ ഒരു ഷെയർ ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂച്ചർ ഡെലിവറി എന്താ നമ്മൾ സെല്ല് ചെയ്യുന്നത്? ഡെലിവറി ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ് ആണ്. ഡെലിവറി ഓഫ് എൻ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുക ഷെയർ. അണ്ടർലൈങ് അസറ്റ് ഷെയർ. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കോ? അല്ല, പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിവറി ചെയ്യാം. പ്രോംപ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാം. ആ ഷെയർ നമുക്ക് വാങ്ങിക്കാം, അപ്പുറത്തെ ആളെ കയ്യിലുണ്ടെങ്കിൽ അതിൽ വിൽക്കാം. ആൻഡ് ഹാസിൽ ഫ്രീ ആണ്. പ്രത്യേകിച്ച് എന്തില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ അപ്പുറത്തെ ഇതിൽ ഫ്യൂച്ചറിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഫ്യൂച്ചറിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഫ്യൂച്ചറിൽ വലിയ പ്രശ്നമുണ്ട്. എന്താ കമ്മ്യൂണിറ്റി ഫ്യൂച്ചറിന്റെ പ്രശ്നം? കമ്മ്യൂണിറ്റി ഫ്യൂച്ചറിന്റെ പ്രശ്നം ഇവിടെ ക്വാളിറ്റിയും ഓക്കെയാണ്, അല്ലെ? ക്വാളിറ്റിയും ഓക്കെയാണ്, ഷെയർ ആണെന്നേ. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ 500 ഷെയർ വാങ്ങിച്ചോളാം റിലയൻസിന്റെ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഷെയർ ഉണ്ടായാൽ മതി. ക്വാളിറ്റി ഒക്കെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ക്വാളിറ്റി ഒന്നും അത്ര പെട്ടെന്ന് പോവില്ല. പൂട്ടിപ്പോകുന്ന കമ്പനീസിന്റെ ഇഷ്യൂ ഉള്ളൂ. അതല്ലാത്തതാണെങ്കിൽ ആ ക്വാളിറ്റിയും ആ കമ്പനിയൊക്കെ അതേപോലെ പയറ് പോലെ അവിടെ ഉണ്ടാവും. പ്രൈസിൽ ചില ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ക്വാളിറ്റിയിലൊന്നും ഇഷ്യൂ ഇല്ല. ബട്ട് നമ്മളുടെ എന്തിൽ പ്രശ്നമാണ്? കമ്മ്യൂണിറ്റീസിൽ പ്രശ്നമാണ്. കാരണം നിങ്ങളൊന്ന് കമ്മ്യൂണിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കോൺട്രാക്റ്റിൽ എന്തായിരിക്കും? ഐ വിൽ ബൈ 500 കൗസ്. 500 പശുവിനെ ഞാൻ വാങ്ങിച്ചോളാം എന്നാ പറയുന്നത്. അപ്പുറത്തെ ആൾ എന്താ പറയുന്നത്? 500 പശുവിനെ ഞാൻ വിറ്റോളാം 3 മാസം കഴിഞ്ഞിട്ട്. ഇതിന്റെ ഡെലിവറി ഒക്കെ ഇത്തിരി പ്രശ്നമാണ്. എന്താ ഡെലിവറി? 500 പശുവിനാണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം, കാര്യങ്ങൾ വേണം, അത് ഡെലിവറി ചെയ്യണം. ഇപ്പൊ കമ്മ്യൂണിറ്റിന്റെ കേസിൽ ഡെലിവറി ചെയ്യുന്നത് ചിലതൊക്കെ നോൺ ഡെലിവറബിൾ ആണ്. ഡെലിവറി ഇത്തിരി പ്രശ്നമാണ്. ഡെലിവറിയിൽ ഇഷ്യൂസ് ഉണ്ടാവും. ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പശുവിനൊക്കെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വേണ്ടി വരും. ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മാത്രമല്ല, നെക്സ്റ്റ് ഒരു പ്രശ്നം, കമ്മ്യൂണിറ്റീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാവും. പശു ആണെന്നേ, 3 മാസം കഴിയുമ്പോൾ ആ പശുവിന് ചിലപ്പോൾ രോഗം വരും. ഈ 500 പശൂസ് ചിലപ്പോൾ രോഗം വന്ന പശൂസ് അതിനായിരിക്കും അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ക്വാളിറ്റിയിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പുറത്തെ ഷെയറിലൊന്നും ഇഷ്യൂ ഇല്ല. റിലയൻസ് ഇൻഡസ്ട്രീസിന് രോഗമൊന്നും വരില്ല. ആകെ വരുന്നത് ഇൻസോൾവൻസി ആണ്, ബട്ട് അത് റയർ ആയിരിക്കും. അല്ലാത്ത കേസിൽ അങ്ങനെ ഒരു 3 മാസത്തിന്റെ ഉള്ളിലൊന്നും ഒരു കമ്പനി ഒന്നും പൂട്ടിപ്പോവില്ല. പൂട്ടിപ്പോകുന്ന കമ്പനി ആണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ആദ്യമേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കുറെ വർഷമായിട്ട് ലോസ് അങ്ങനത്തെ ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ക്വാളിറ്റീസിൽ ഇഷ്യൂസ് വരും.
ഇതിന്റെ നോട്ട് വേണമെങ്കിൽ ഞാൻ ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള നോട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ആൻസർ ആയിട്ട് അയച്ചു തരാം. ഒരു തവണയും കൂടി ഞാൻ ശ്രീലക്ഷ്മി മാമിന് ആൻസർ സെൻഡ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതിന്റെ തൊട്ട് താഴെ ഒരു പേജിൽ ആൻസർ എന്നുള്ള രീതിയിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാളെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. കോൺട്രാക്ടിന്റെ ഫീച്ചർ ആൻഡ് ലൈഫ്. നിങ്ങൾക്ക് അറിയാം കമ്മ്യൂണിറ്റീസിന്റെ ഫീച്ചറിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇതൊക്കെ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റാണ്. അപ്പോൾ കമ്മ്യൂണിറ്റീസിന്റെ ആണെങ്കിൽ ഇതൊക്കെ സീസണൽ ആയിരിക്കും, പെറിഷബിളും ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ആ ഗ്രൂപ്പിൽ ഇട്ടോ, ഞാൻ അഡ്മിൻ ആണ്. ഓക്കെ, ഇതെന്താ അറിയോ എൻ്റെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഏതാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഞാൻ പ്രൊഫിൻസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അവിടെ 2 ഗ്രൂപ്പ് ഉണ്ട്. അവിടെയൊക്കെ പേര് CMA ഫൈനൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ചാപ്റ്റർ ഏതാന്നൊക്കെ ഒന്ന് തപ്പി പിടിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ മെമ്പർ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നു. കാരണം ഈ ഗ്രൂപ്പ് കുറേ ഗ്രൂപ്പ് ഉണ്ട്, കുറേ ക്ലാസ് എടുക്കുമ്പോൾ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മി മാമിനോട് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാം അത് പ്രോപ്പർ ആയിട്ട് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പ് ഒക്കെ മാറിപ്പോകും. ഓക്കെ, എനിവേ സോ നെക്സ്റ്റ് വൺ. അപ്പൊ സീസണൽ ആണ്, പെറിഷബിൾ ആണ്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ലൈഫോ ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ലൈഫൊക്കെ പ്രശ്നമാണ്. കാരണം നമ്മൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ആണ്. ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് 500 കിലോഗ്രാം തക്കാളി വാങ്ങിച്ചോളാന്നായിരിക്കും. ആ തക്കാളി ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ ആ തക്കാളി കംപ്ലീറ്റ് പോയി. അപ്പൊ ലൈഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ അപ്പുറത്ത് അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഒരു കമ്പനിയുടെ ഷെയർ ആണ്. സപ്ലൈ ആൻഡ് കൺസംഷൻ പാറ്റേൺ, ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന്റെ സപ്ലൈ എന്ന് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല, വെതറുമായി ബന്ധപ്പെട്ടൊന്നുമല്ല കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ സപ്ലൈ റെഡിലി അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ എന്തിന്റെ പ്രശ്നമുണ്ട്? ഇത് പ്രശ്നമാണ്. കാരണം ഇതിന്റെ സപ്ലൈ ഒക്കെ ചിലപ്പോൾ ഇഷ്യൂ ആണ്. 500 പശുവിനെ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, വിറ്റോളാം. അപ്പുറത്തെ ആള് വാങ്ങിച്ചോളാം, ഇപ്പുറത്തെ ആള് ഞാൻ വിറ്റോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ സമയമാകുമ്പോൾ പശുവിന് കുറെ പശുക്കൾ ഉണ്ടായിരുന്നു, അതിന് അസുഖം വന്ന് ചത്തു. പ്രശ്നമാണ്, സപ്ലൈ പ്രശ്നമാണ്. എല്ലാം ആൾമോസ്റ്റ് സെയിം ആട്ടോ, പെറിഷബിൾ നേച്ചർ ആണ്, അതിന്റെ ബേസിസിലുള്ള പോയിന്റ്സ് ആണ്. അപ്പുറത്തെ സപ്ലൈ ഒന്നും ഒരു പ്രശ്നമില്ല. 500 ഷെയർ ഞാൻ വിറ്റോളാം, അതുണ്ടാവും, വിൽക്കാം. അല്ലെങ്കിൽ 500 കിലോഗ്രാം തക്കാളി ഞാൻ വിറ്റോളാം എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിലൊക്കെ എൻറ്റർ ചെയ്തു. ഇതാണ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ കാർഷിക ബില്ലിൽ സംഭവിക്കാൻ പോകുന്നത്. കാർഷിക ബില്ലില് എക്സാക്റ്റ് ആയിട്ട് ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ് കാർഷിക ബില്ല്. കർഷകന്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും? നിങ്ങളുടെ വായ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഞങ്ങൾ വാങ്ങിച്ചോളാം. ഓക്കെ, ശരി, കോൺട്രാക്ട്. അപ്പോൾ 9 മാസം കഴിഞ്ഞിട്ട് 500 കിലോഗ്രാം വാഴക്കൊലകള് ഞങ്ങൾ വാങ്ങിച്ചോളാം. ഓക്കെ, അപ്പൊ കർഷകൻ എന്താ പറയുന്നേ? ഓക്കെ, ഞാൻ വിറ്റോളാം ഇത്ര പ്രൈസിന്. എന്താ പ്രശ്നം? അടുത്ത പ്രശ്നം, ആ ഒരു കാറ്റ് വന്നു, ഫ്ലഡ് വന്നു, കംപ്ലീറ്റ് നശിച്ചുപോയി. കോൺട്രാക്ട് അതേപോലെ അവിടെ കിടക്കുക. എന്താ പറഞ്ഞത്? 500 കിലോഗ്രാം വാഴ കൊല ഞാൻ വിറ്റോളാം. എവിടുന്ന് എടുത്ത് വിൽക്കാനാ? കോൺട്രാക്റ്റാ. അപ്പുറത്തുള്ളത് മുകേഷ് അംബാനിയാ, അപ്പുറത്തുള്ളത് കോർപ്പറേറ്റ്സാ. ഓൾറെഡി കർഷകനെ എങ്ങനെ തല്ലിക്കൊല്ലാന്നാണ് ഗവൺമെന്റ് നോക്കുന്നത്. ബാങ്ക് എങ്ങനെ കർഷകനെ മുച്ചൂട് മുടിക്കാമെന്നാണ് നോക്കുന്നത്. നടുക്കുള്ള ഇന്റർമീഡിയറ്റ്സും നോക്കുന്നത് ഈ പാവപ്പെട്ട കർഷകരെ എങ്ങനെ ഞെക്കിപ്പിഴിയാം. ഇപ്പൊ സർക്കാരും ആരോട് പറയുന്നു? കോർപ്പറേറ്റ്സിനോട് പറയുന്നു, ഇതേ നിങ്ങൾ പോയി ഞെക്കിപ്പിഞ്ഞോ. കുറെ ചെറിയ അല്ലറ ചില്ലറ പാർട്ടീസ് ഉണ്ട്, അവരൊക്കെ നിങ്ങൾ അടിച്ചു മാറ്റിയേക്ക്, എന്നിട്ട് നിങ്ങൾ പോയിട്ട് ഞെക്കിപ്പിഴിഞ്ഞേക്ക്. അപ്പോൾ ഇത് പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് ഉണ്ട്. കോൺട്രാക്ട് ആ ഫ്യൂച്ചർ. അവിടെ എന്തെങ്കിലും നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫ്ലഡ് വന്ന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ പ്രശ്നം കർഷകനങ്ങോട്ട് എന്ത് ചെയ്യും? ഓക്കെ, പോയി, ഇനിയൊന്നും കിട്ടാനില്ല, ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് വല്ലതും തരുമെന്ന് ഗവൺമെന്റിനോട് തണ്ടും. ഇവിടെ ഇത് അതല്ല പ്രശ്നം. ഇവിടെ ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട്, ആ 500 കിലോ ഏത്തക്കൊല അങ്ങോട്ട് കിലോഗ്രാം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ കേസാ. പിന്നെ എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. മാർക്കറ്റിൽ ഭയങ്കര പ്രൈസ് ആയിരിക്കും. കാരണം ആൾമോസ്റ്റ് എല്ലാ കർഷകർക്കും എഫക്ട് ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റിൽ കിട്ടാനേ ഉണ്ടാവില്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് 500 കിലോഗ്രാം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഓൾറെഡി ആ നഷ്ടം പറ്റി, ഇനി 500 കിലോഗ്രാം ഏത്തവാഴയും കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഡബിൾ നഷ്ടമായിരിക്കും ആർക്ക് വരുന്നത്? കർഷകന് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. പോസിറ്റീവ് ഉണ്ട് ആ പ്രൈസ്. അപ്പോൾ പോസിറ്റീവിന്റെ കൂടെ എന്തും കൂടി ഉണ്ട്? നെഗറ്റീവും കൂടി ഉണ്ട്.
ഓക്കെ, എനിവേ അപ്പൊ അത്രേ ഉള്ളൂ. ഇതിന്റെ തിയറി ആൻസേഴ്സ് ഞാൻ ഇതൊന്ന് അപ്ലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ശ്രീലക്ഷ്മി മാമിന് അയച്ചു കൊടുക്കേണ്ട, മാം നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും. അപ്പൊ നമ്മൾ എന്ത് തീർന്നു? ഒരു 3 ടോപ്പിക് തീർന്നിട്ടുണ്ട്. ബേസിക് കോൺസെപ്റ്റ് തീർന്നു, ഫോർവേഡ് തീർന്നു, ഫ്യൂച്ചർ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫ്യൂച്ചർ വൈ എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുക. അപ്പൊ എന്താണ് ഹെഡ്ജിങ്, ഫ്യൂച്ചർ എന്താണ് ഹെഡ്ജ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. സോ താങ്ക് യു എവ്രി വൺ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.